संशयच्छेत्तारं सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ അടുത്ത പദ്യം വായിക്കുന്നതിന് മുമ്പ് അഷ്ടാംഗ പ്രണാമത്തിൻ്റെ പദ്യം കിട്ടിയിട്ടുണ്ട്. ആ 8 അംഗങ്ങൾ ഏതാണെന്ന് പറയാം. ഉരസാ മനസാ ദൃഷ്ട്യാ ശിരസാ വചസാ തഥാ പദ്ഭ്യാം കരാഭ്യാം കർണാഭ്യാം നമസ്സാഷ്ടാംഗ ഉച്യത്തെ. 8 അംഗങ്ങൾ സാഷ്ടാംഗമായിട്ട് പ്രണമിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പം ആരെങ്കിലും ഈ 8 അംഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് പറയാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ. എന്താണ് ആ 8 അംഗങ്ങൾ? ഉരസ്, മനസ്സ്, ദൃഷ്ടി, ശിരസ്, വചസ്, പാദങ്ങൾ, കൈകൾ, ചെവികൾ. ഉരസ് നെഞ്ച്, മനസ്സ് മനസ്സുകൊണ്ട് എങ്ങനെയാ? ആ മനസ്സിലും ആ നമസ്കരിക്കുന്നു എന്നുള്ള ഭാവം, ആ ഒരു വിനയഭാവം ഉള്ളിലുണ്ടാണ്. അതാണ് മനസ്സുകൊണ്ട് നമസ്കരിക്കുക. ശരീരം മാത്രം നമസ്കരിച്ചാൽ പോരാ, മനസ്സിലും ആ വിനയഭാവം കലർന്നിട്ടുണ്ടാകണം. അതാണ് മനസ്സുകൊണ്ടും പ്രണമിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഉരസ്, മനസ്സ്, ദൃഷ്ടി, കണ്ണും ആ കണ്ണുകൊണ്ട് കണ്ണും താഴണം എന്നർത്ഥം. തല കുനിയുന്നതോടൊപ്പം കണ്ണും ആ ഗുരുപാദങ്ങളെ നമസ്കരിക്കണം. ശിരസ്, തല. നമ്മൾ സാധാരണ തല മുമ്പിട്ടാണല്ലോ നമസ്കരിക്കുന്നത്, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയണ്ട. വചസ, വാക്കുകൊണ്ടും ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു എന്ന് വാക്കുകൊണ്ടും പറയണം. അപ്പോൾ 1, 2, 3, 4, 5 ആയി. ഇനി 3 എണ്ണം. പദ്ഭ്യാം, 2 കൈകൾ. തൊഴുക എന്നർത്ഥം. നമസ്കരിക്കുമ്പോൾ ഈ 2 കൈകളും തറയിൽ കുത്തണം. ഹസ്തമല്ല, കൈത്തലം അതും തറയോടുകൂടെ തറയിൽ സ്പർശിക്കണം എന്നാണ്. പാദങ്ങൾ, പദ്ഭ്യാം എന്ന് പറഞ്ഞാൽ പാദങ്ങൾ, കരാഭ്യാം ഹസ്തങ്ങൾ, കൈകൾ, കർണാഭ്യാം 2 ചെവികൾ. ചിലരിങ്ങനെ ഇടത് ചെവി ഇങ്ങനെ തറയോട് ചേർത്ത് വയ്ക്കും, പിന്നെ വലത് ചെവി തറയോട് ചേർത്ത് വയ്ക്കും. ചിലർ കണ്ടിട്ടില്ലേ അമ്പലത്തിൽ നമസ്കരിക്കുന്നത്? ഇങ്ങനെ നമ്മൾ നേരിട്ടാണ് സാധാരണ നമസ്കരിക്കാറുള്ളത്. ഇങ്ങനെ 8 അംഗം സ്പർശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ 8 അംഗങ്ങളും ഉൾപ്പെടുന്ന രീതിയിൽ ചെയ്യുന്ന പ്രണാമത്തെയാണ് സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് 77-ാമത്തെ പദ്യം മുതലാണ്. 77-ാമത്തെ പദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുസ്തകത്തിലെ 2-14 പേജ് 41-ാമത്തെ പേജിലെ 2-14. കാലമറൈ ദേശമറൈ കൺമറൈ പോർ കാൺപാരും പാലുണും പുള്ളിപ്പി മീൻ പക്കി തീക്കാലും ഇരുമ്പിനീർ മിന്നലിലെ ഏറ്റ പണം പാർപ്പാർ തരും പൊരുളை കൊള്ളുവാർ താം. കാലമറൈ ദേശമറൈ കൺമറൈ പോല കാൺപാരും. ഈ പോല കാൺപാരും എന്നുള്ളതാണ് പോർ കാൺപാരും എന്നാവുന്നത്. പോല എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പോലെ. തമിഴില് പോലെ എന്ന് പറയില്ല, പോല. അവനെ പോലെ, ഒന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ, അവനെ പോലെ എന്നാണ് അർത്ഥം. 3 തരം മറയുണ്ടെന്ന്. ആത്മജ്ഞാനത്തിന് 3 തരത്തിലുള്ള മറയുണ്ട്. ഏതൊക്കെയാണത്? കാലമറൈ, ദേശമറൈ, കൺമറൈ പോല. ആത്മജ്ഞാനത്തിന് മറയൊന്നുമില്ല. പക്ഷെ ആ ആത്മജ്ഞാനം അറിയപ്പെടാതിരിക്കുന്നത് 3 തരം മറകൾ ഉള്ളതുപോലെ തോന്നുന്നത് കൊണ്ടാണ്. എന്താണ്? കാലം, ദേശം, കല്ല്. ഇതാണ് കാലം, ദേശം, മറ സംഭവിച്ചു. കന്മറൈ, കല്ല്. അതിൻ്റെ വ്യാഖ്യാനം കേൾക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഓരോന്നായിട്ട് പറയാം. കാലമറൈ, കാലം എന്നുള്ള മറ. മറ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ പറ്റാതെ നമുക്കും അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്കും ആ വസ്തുവിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന തടസ്സത്തെയാണ് മറ എന്ന് പറയും. കാലമറൈ, കാലം ആത്മജ്ഞാനത്തിനുള്ള ഒരു മറയാണ്.
ഈ കാലം എങ്ങനെയാ മറയാവുന്നത്? ആചാര്യൻ ആത്മതത്വത്തെ സാധകന് ഉപദേശിച്ചു, ശിഷ്യന് ഉപദേശിച്ചു. ആ ഉപദേശിച്ച മാത്രത്തിൽ അത് ചിലപ്പോൾ മനസ്സിലാവില്ല. കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓ ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതല്ലേ എന്ന് തെളിയുക. അതെന്താ? കൂടുതലായിട്ടൊന്നും ഉപദേശിച്ചില്ല, അന്ന് ഉപദേശിച്ചതാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് അത് ശിഷ്യന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. അതിനെന്താ കാരണം? ഈ കാലമറയാണ്. കാലം, അതായത് ആ സമയത്ത് ഗുരു ഉപദേശിച്ച സമയത്ത് അതെന്തേ തെളിയാത്തത്? കാലമറയുണ്ടായിരുന്നു. കൊല്ലങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ ഗുരുവിന്റെ ശരീരത്യാഗത്തിന് ശേഷമായിരിക്കും ഗുരു പറഞ്ഞതിന്റെ പൊരുൾ ശിഷ്യന് മനസ്സിലാവുന്നത്. അതെങ്ങനെ ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോൾ എങ്ങനെ മനസ്സിലായി? കാലമറ മാറി, അപ്പൊ തെളിഞ്ഞു. ആ പറഞ്ഞതിന്റെ ഗൂഢാർത്ഥം, സൂക്ഷ്മാർത്ഥം ശിഷ്യന്റെ ഉള്ളിൽ പ്രകാശിച്ചു. അതാണ് കാലമറൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഉപദേശം ശിഷ്യന്റെ ബുദ്ധിയിൽ കടന്നു, പക്ഷെ പ്രകാശിച്ചില്ല. അത് പ്രകാശിക്കാൻ കുറെ കാലതാമസം ഉണ്ടായി. ആ ഉണ്ടാകുന്ന കാലതാമസത്തെയാണ് കാലമറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വേറൊരു മറയുണ്ട്, ദേശമറൈ. ദേശവും മറയ്ക്കും എന്നാണ് ആത്മജ്ഞാനത്തെ. എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം പ്രകാശിക്കുന്നതിൽ കാലവിളംബം വരും എന്ന് പറഞ്ഞു. ഇനി ഒരു സ്ഥലത്ത് ആചാര്യൻ ഉപദേശിച്ച തത്വം അപ്പൊ മനസ്സിലാവില്ല, വേറൊരു സ്ഥലത്ത് അത് പ്രകാശിക്കും. ഒന്നുകിൽ ഈ ഗുരു തന്നെ മറ്റൊരു ദേശത്തിൽ, എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് ഇതേ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പറഞ്ഞ കാര്യം വേറൊരു സ്ഥലത്ത് പൊടുന്നനുവേ നമ്മുടെ ഉള്ളിൽ ഒരു മിന്നല് പോലെ പ്രകാശിക്കുന്നു. അതെന്തുകൊണ്ടാകും? ഈ ദേശത്തിൽ പറഞ്ഞത് മനസ്സിലായില്ല, വേറൊരു ദേശത്തില്. അപ്പൊ ചിലപ്പോ ഗുരു മുമ്പിൽ തന്നെ ഉണ്ടാവില്ല. അതെങ്ങനെ അത് അപ്പൊ തെളിഞ്ഞു? ഒന്നും ചോദിക്കരുത്. മായയ്ക്കകത്ത് ഇങ്ങനെ പല പല മറകളും പല വിചിത്ര സ്വഭാവങ്ങളും ഉണ്ട്. പറഞ്ഞ ഉടനെ മനസ്സിലാകണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അത് ഒരിക്കലും വ്യർത്ഥമാവില്ല. ഗുരുവിന്റെ ഉപദേശം ഒരിക്കലും വ്യർത്ഥമാവില്ല. അത് ഉദ്ദിഷ്ട ഫലം നൽകുക തന്നെ ചെയ്യും. ഇപ്പൊ ദേശമറ എന്ന് പറഞ്ഞാൽ അതാണ്. ദേശം എന്നുള്ളത് ഒരു രഹസ്യം, കാലം എന്നുള്ളത് രഹസ്യം. എന്ന് പറഞ്ഞാൽ ഈ സത്യം മനസ്സിലാകാതെ പോകുന്നു. ഒരു പ്രത്യേക ദേശത്തിലും കാലത്തിലും, വേറൊരു ദേശത്തിലും കാലത്തിലുമാണ് അത് പ്രകാശിക്കുന്നത്. ഇനി ഈ ദേശമറ എന്നുള്ളതിന് വേറൊരു അർത്ഥം, ആചാര്യൻ ഒരു രീതിയിൽ ഉപദേശിക്കുമ്പോൾ ശിഷ്യന് മനസ്സിലാവില്ല. അതേ കാര്യത്തെ തന്നെ വേറൊരു പ്രകാരത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും. അതും ദേശമറ എന്നുള്ള നിർവചനത്തിൽ പെടും. മറ്റൊരു ദേശത്ത് എന്നുള്ളത് ഒരർത്ഥം, ഒരു രൂപത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്യന് മനസ്സിലാവുന്നില്ല. അതേ കാര്യം തന്നെ മറ്റൊരു രൂപത്തിൽ ഗുരു അവതരിപ്പിക്കുമ്പോൾ ശിഷ്യന് അത് ഗ്രഹിക്കാൻ പറ്റുന്നതായി തീരുന്നു. അതും ദേശമറയുടെ വേറൊരു രൂപമാണ്. ഇനി മൂന്നാമത്തെ മറ എന്താ? കന്മറൈ. കൽമറ, അതാണ് കന്മറ. ഒരു സിനിമ വന്നിട്ടുണ്ടല്ലോ, കന്മദം. എന്താണ് ഈ സാധനം? ഔഷധമാണ്. എന്താ സാധനം? എന്താണത്? കന്മദം. കല്ലിന്റെ മതമാണ്. കല്ലിന്റെ, ആനയ്ക്കൊക്കെ മതം പൊട്ടുന്നില്ലേ എന്ന് പറഞ്ഞാൽ കല്ലിന്റെ ഉള്ളില് ഈ ദ്രവം പോലെ എന്തോ ഒരെണ്ണം ഇങ്ങനെ ഒലിച്ചു വരുന്നതാണ്. പാറക്കല്ല്, ഈ കരിങ്കല്ലിന്റെ നടുക്കുന്നത്. അതിനെന്തൊക്കെ ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ രഹസ്യം എന്നുള്ളതൊന്നും അറിയില്ല. ഈ കല്ലിന്റെ മതമാണ് കന്മദം. അതുപോലെ കൽമറ, അതാണ് കന്മറ. എന്താണ് ഇവിടെ കന്മറൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചില ശിഷ്യന്മാർക്ക് ഗുരു പറയുമ്പോൾ ഈ ഉപദേശങ്ങളുടെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കാൻ സാധിക്കില്ല. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, തന്നെ പോലെ ഈ ആത്മതത്വം കേൾക്കാൻ ഈ ഗുരുവിന്റെ അടുത്തുള്ള സഹപാഠികളുണ്ടല്ലോ, ആ സഹപാഠികളുടെ അടുത്ത് വരുമ്പോൾ അവരുമായിട്ട് സംസാരിക്കും. അവരുമായി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ശിഷ്യന്മാർ തമ്മിൽ ഈ കാര്യം ചർച്ച ചെയ്യണം. ചിലപ്പോ ഒരേ ഗുരുവിന്റെ ശിഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ ഗുരു പറഞ്ഞതിൻ്റെ പൂർണ്ണമായ അർത്ഥം കൂടുതൽ വ്യക്തമാകും. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, കല്ല് മറയായിട്ടിരിക്കുന്നു. അതായത് ഈ രത്നക്കല്ലുകളുണ്ടല്ലോ, ഈ രത്നക്കല്ല് അതിൻ്റെ മാറ്റ് അല്ലെങ്കിൽ പരിശുദ്ധി അറിയാവുന്നവർക്ക് മാത്രമേ ആ രത്നക്കല്ല് തിരിച്ചറിയാൻ പറ്റൂ. നമുക്ക് സാധാരണ കല്ലിനും രത്നക്കല്ലിനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റില്ല.
അതിന് അതിൻ്റെതായിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ട്. അതൊരു വിദ്യയാണ്, അതൊരു ശാസ്ത്രമാണ്. അത് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇത് സാധാരണ കല്ലാണോ രത്നക്കല്ലാണോ, ആ രത്നക്കല്ലിൽ തന്നെ വില കൂടിയത് അല്ലെങ്കിൽ താണതരം, ആ വ്യത്യാസമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രത്നക്കല്ലിനെ കുറിച്ചുള്ള അറിവ് സാധാരണ ഇല്ലാത്ത ഒരാൾക്ക് രത്നക്കല്ല് സാധാരണ കല്ല് പോലെ തോന്നും, സാധാരണ കല്ല് രത്നക്കല്ലാണെന്നും തോന്നും. അപ്പൊ അതിനെക്കുറിച്ചുള്ള അറിവ് ഉള്ളവർക്ക് മാത്രമേ വ്യത്യാസം മനസ്സിലാവൂ. അതുപോലെ ഈ ആത്മതത്വത്തെ നല്ലപോലെ മനസ്സിലാക്കുന്ന സ്വയം തൻ്റെ ബുദ്ധിക്ക് അത് പിടികിട്ടുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഒരാൾക്കുണ്ടാവുന്നത്. ആ വ്യക്തത ഉണ്ടാകാൻ ഗുരുവിൻ്റെ സാമീപ്യം വേണം, സഹപാഠികളുമായിട്ടുള്ള ചർച്ചയും അതിന് സഹായിക്കും. ഗുരു ചിലപ്പോൾ ഒരു ഉപദേശം നൽകും, അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥം ആ വാക്കുകളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പിടികിട്ടില്ല. അത് വേറൊരു അർഹതയുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരാൾ അതിനെ വിവരിച്ചു തരുമ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഒരു ഉപദേശം നമുക്ക് മനസ്സിലാകാതെ പോകാം. അതേ ഉപദേശം വേറൊരു സമയത്ത് വേറൊരു ദേശത്ത് വേറൊരു ആളിൽ നിന്ന് ഇതേ ഉപദേശത്തിൻ്റെ അർത്ഥം നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ ആ ഗൂഢാർത്ഥം ഉള്ളിൽ പ്രകാശിക്കും. അതാണ് കൽമറ. ആ കല്ലിനെ കുറിച്ച് അറിയാത്തവർക്ക് ആ രത്നക്കല്ലിൻ്റെ വിലയും ഗുണവും ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം അവിടെ ഒരു മറയുണ്ട്. അതായത് എന്ത് നമ്മൾ മനസ്സിലാക്കണമെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രജ്ഞാനം നമുക്കുണ്ടാവും. വേദാന്തം എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രത്തെക്കാളും ഒട്ടും പിന്നിലല്ല. ആധുനിക ശാസ്ത്രത്തെ കടത്തി വെട്ടുന്ന അല്ലെങ്കിൽ കവച്ചു വെക്കുന്ന ഒരു ശാസ്ത്രമാണ്. ആധുനിക ശാസ്ത്രം പുറം ലോകത്തെ പഠിക്കാൻ ശ്രമിച്ചു, വേദാന്ത ശാസ്ത്രം അന്തർലോകത്തെ പഠിക്കാൻ ശ്രമിച്ചു. അതേ ഉള്ളു വ്യത്യാസം. നിങ്ങൾ തന്നെ പറയൂ, സ്ഥൂലത്തെ പഠിക്കുന്നതാണോ എളുപ്പം, സൂക്ഷ്മത്തെ പഠിക്കുന്നതോ? ഏതാ എളുപ്പം? സ്ഥൂലത്തെ പഠിക്കുന്നതാണ് എളുപ്പം, പ്രയാസം സൂക്ഷ്മത്തെ പഠിക്കുന്നതാണ്. അപ്പോൾ സൂക്ഷ്മദൃക്കുകളായ ഋഷിമാർ ഉള്ളിനെ വിശകലനം ചെയ്താണ് ഈ ആത്മതത്വത്തെ കണ്ടെത്തിയത്. ആധുനിക ശാസ്ത്രം അവർ കണ്ടുപിടിച്ച ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഉപകരണങ്ങളിലൂടെ പുറം ലോകത്തെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പഠിത്തം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവമാണല്ലോ അവർ പഠിക്കുന്നത്. ഇന്നേ വരെ അവർക്കത് പിടികിട്ടിയിട്ടില്ല, പുറത്തന്വേഷിക്കുന്നവർക്ക് പിടികിട്ടാനും പോകുന്നില്ല. കാലമറൈ ദേശമറൈ കൺമറൈ പോലെ കാൺപാരും. കാൺപാർ എന്ന് പറഞ്ഞാൽ കാണുന്നവർ, കാണുന്നവർ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഉപദേശത്തെ അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നവർ. ഗുരു ഉപദേശിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഗുരുവിൻ്റെ കടാക്ഷം, ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ ഭാവന നന്നായി വരട്ടെ, അങ്ങനെയാണെങ്കിൽ ശിഷ്യന് സദ്ഗതി ഉണ്ടാവും, അയാളുടെ ഉള്ളിലുള്ള വാസനകളൊക്കെ നശിക്കും എന്ന് പറയുമ്പോഴും കുറേയൊക്കെ ശിഷ്യന്റെ ഭാഗത്ത് നിന്നും അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടാവണം. ശിഷ്യൻ റിസപ്റ്റീവായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഗുരുപദേശത്തെ സ്വീകരിക്കാൻ തക്ക പാകതയുള്ള മനസ്സിന്റെ ഉടമയാവണം, എന്നാലേ പറ്റൂ. മരമണ്ടനെ ഒരു ഗുരു എത്ര കനിഞ്ഞ് അനുഗ്രഹിച്ചാലും ആത്മജ്ഞാനിയാക്കാൻ പറ്റില്ല. ചിത്തശുദ്ധി ഇല്ലാത്തവനെ ഗുരുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശിഷ്യന്റെ തലത്തിൽ തന്നെ കുറെ യോഗ്യതകൾ ഉണ്ടാകണം. പിന്നെ ഗുരുവിന്റെ ആ മഹത്വവും അദ്ദേഹത്തിന്റെ ശക്തിവിശേഷവും കൊണ്ട് ഈ ജ്ഞാനോപദേശം ശിഷ്യനിൽ ഫലിക്കും എന്നാണ്. കാൺപാരും ഈ കാണുന്നവരും ഇവരെങ്ങനെയൊക്കെയാണ് ഈ സത്യത്തെ ഗ്രഹിക്കുന്നത് എന്നാണ്. അതായത് സാധകന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ, മുമുക്ഷുക്കൾ ഒരു ഗുരുവിൽ നിന്നും ഏതെല്ലാം രീതിയിൽ ആത്മവിദ്യയെ സ്വായത്തമാക്കുന്നു, ഗ്രഹിക്കുന്നു, അതിന് കുറേ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഓരോരുത്തരും ഓരോ തരക്കാരാണ്. ഈ സ്വീകരിക്കുന്നതിൽ എന്തുകൊണ്ട് ഇത്രയും വ്യത്യാസം വരുന്നു എന്ന് ചോദിച്ചാൽ, ആ സ്വീകരിക്കുന്ന ആളിൻ്റെ മനസ്സിൻ്റെ സ്വഭാവമോ നൈർമല്യമോ കൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. വാസനകൾ നല്ലതുപോലെ നശിച്ച ഒരു മനസ്സിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും ഗുരുവിന്റെ ഉപദേശം. അത്ര കണ്ട് വാസനാനാശം സംഭവിച്ചിട്ടില്ലാത്ത ഒരു ശിഷ്യന് കുറെ സമയമെടുക്കും. ആവർത്തിച്ച് ഈ തത്വോപദേശം ശ്രവണം ചെയ്യേണ്ടതായി വരും. ഇവിടെ പറയുന്നത് നോക്കൂ, പലതരത്തിലാണ് സാധകന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രഹണശക്തി, സൂക്ഷ്മാർത്ഥത്തെ ഗ്രഹിക്കാനുള്ള കഴിവ് പലതരത്തിലാണ്.
ഓരോ തരക്കാരെയും ഓരോ ഉദാഹരണത്തിലൂടെയാണ് വ്യക്തമാക്കുന്നത്. പാലുണ്ണും പുൾ, നേരത്തെ പറഞ്ഞു പുള്ള് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പുള്ള്, പക്ഷി എന്നർത്ഥം. പാലുണ്ണും പുൾ, പാല് കുടിക്കുന്ന പക്ഷി. എന്താണ് പാല് കുടിക്കുന്ന പക്ഷി? വെള്ളവും പാലും കൂടെ കലർത്തി വെച്ചാൽ അതിൽ നിന്ന് പാല് മാത്രം ഉറിഞ്ചി കുടിക്കുന്ന ഒരു പക്ഷിയാണ് അരയന്നം. അതായത് ഗുരു വാക്കുകളിലൂടെ ഈ തത്വത്തെ പ്രകടിപ്പിക്കുമ്പോൾ ആ വാക്കുകളെ തള്ളിക്കളഞ്ഞിട്ട് അതിന്റെ സാരം മാത്രം അരയന്ന പക്ഷിയെ പോലെ ചില ശിഷ്യന്മാർ ഉള്ളിൽ സ്വീകരിക്കും. അവരെയാണ് ശ്രേഷ്ഠന്മാർ, ശ്രേഷ്ഠനായ ശിഷ്യൻ എന്ന് പറയുന്നത്. നല്ല വിവേകികൾ, വിവേകികളെയാണ് ഈ ഹംസത്തോട് ഉപമിക്കാറുള്ളത്. മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ആവശ്യമായത്, സൂക്ഷ്മമായതിനെ മാത്രം അവർ സെപ്പറേറ്റ് ചെയ്ത് സ്വീകരിക്കും, ബാക്കി വേണ്ടാത്തതിനെ തള്ളിക്കളയും. ഒരു ആചാര്യന്റെ വാക്കിലൂടെയാണ് ഈ ആത്മതത്വം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതിൽ വാക്കുകളെ തള്ളിക്കളഞ്ഞിട്ട് ആശയം, സാരത്തെ മാത്രം ശിഷ്യൻ ഗ്രഹിക്കണം. അതായത് അരയന്ന പക്ഷിയെ പോലെ ഇരിക്കണം. അതാണ് പാലുണ്ണും പുൾ. മലയാളത്തിൽ എന്താ? പാലുണ്ണും പുള്ളിപ്പി എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. പാലുണ്ണും പുൾ ഇപ്പി. ഇപ്പി എന്ന് പറഞ്ഞാൽ ചിപ്പി എന്നർത്ഥം. ചിപ്പി, ചിപ്പിയിലല്ലേ മുത്ത്. നമ്മൾ ചിപ്പി എന്ന് പറയല്ലേ, കക്ക എന്ന് പറയും ചിലര്, ചിപ്പി എന്ന് പറയും, മുത്തുച്ചിപ്പി എന്ന് പറയും. സാധാരണ ചിപ്പിയുണ്ട്, മുത്തുച്ചിപ്പിയുണ്ട്. ചിലര് മുത്തുച്ചിപ്പിയെ പോലെയാണ്. ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാരാണ് ആദ്യം പറഞ്ഞത്. ഏത്? പാലുണ്ണും പുൾ, അരയന്നം. അവര് ശ്രവണ മാത്രത്തിൽ തന്നെ ആ സൂക്ഷ്മാർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് ചിലപ്പോൾ അവര് പിന്നെ ഗുരുസന്നിധിയിൽ നിൽക്കില്ല, അവര് സ്ഥലം വിടും. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു എന്നാണ്. ചിലരങ്ങനെയല്ല, ഇപ്പോഴും എനിക്കത് വ്യക്തമായില്ല, ഈ ഗുരു പറഞ്ഞതിന്റെ പൊരുൾ എനിക്കിനിയും ക്ലിയർ ആയില്ല എന്ന് വിചാരിച്ച് അവിടെ തങ്ങും. അവരെയാണ് ഇപ്പി അല്ലെങ്കിൽ ചിപ്പി എന്ന് പറയുന്നത്. ഈ മുത്തുച്ചിപ്പിയെ കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം കവിഭാവനയാകാം, സത്യമാകാം. ഈ മുത്തുച്ചിപ്പിയിൽ എങ്ങനെയാ മുത്ത് വരുന്നത്? എല്ലാ ചിപ്പിയിലും മുത്തുണ്ടാവില്ല, എല്ലാ മുത്തുച്ചിപ്പിയിലും മുത്തുണ്ടാവില്ല. ചിപ്പികളിൽ എല്ലാ ചിപ്പിയിലും മുത്തുണ്ടാവില്ല. ചില ചിപ്പിയുടെ ഉള്ളിൽ മാത്രമേ ഈ മുത്തുണ്ടാവൂ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു മുത്ത് രൂപപ്പെടാൻ ഒരുപാട് ഘടകങ്ങൾ, പ്രകൃതിയിലെ ഘടകങ്ങൾ ഒരുമിക്കണം, ഒത്തൊരുമിക്കണം, ചേർന്ന് വന്നാലേ മുത്തിന്റെ ഉള്ളിൽ, അല്ല ചിപ്പിയുടെ ഉള്ളിൽ മുത്തുണ്ടാവും. എന്താ പറയുന്നത്? സ്വാതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ചോതി. ചോതി നക്ഷത്രത്തിന്റെ അന്ന് കടലിന്റെ അടിയിൽ നിന്നും ഈ ചിപ്പികൾ, ചിപ്പി എന്ന് പറയുന്ന ഒരു ജീവിയാണ്, അതിന്റെ പുറന്തോടാണ് നമ്മൾ ചിപ്പി ചിപ്പി എന്ന് പറയുന്നത്. അപ്പോ ഈ മുത്ത് ചിപ്പികൾ, എല്ലാ ചിപ്പികളും ജലോപരിതലത്തിൽ പൊന്തി വരില്ല. സ്വാതി നക്ഷത്രത്തിൽ ചില ചിപ്പികൾ മാത്രം ജലോപരിതലത്തിൽ, സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ പൊന്തി വരും. ആ സമയത്ത് മഴയും പെയ്യണം. ഇത് മുകളിലേക്ക് വന്ന് കുറച്ചു നേരം ആ ചിപ്പിയുടെ രണ്ട് പാളികൾ ഇങ്ങനെ തുറന്നു വയ്ക്കുന്ന ആ സമയത്ത് കൃത്യമായി മഴ പെയ്യണം. അതിൽ നിന്നൊരു മഴത്തുള്ളി ഈ ചിപ്പിയുടെ ഉള്ളിലാവുകയും വേണം. ഇത് കുറച്ച് സമയം മാത്രമേ ഈ മുത്തുച്ചിപ്പി ജലോപരിതലത്തിൽ കാണൂ. ആ സമയത്ത് മഴയും പെയ്യണം, മഴത്തുള്ളി ഇതിന്റെ അകത്ത് വീഴുകയും വേണം. അങ്ങനെ ആയാൽ ഇത് അതുകൊണ്ട് കടലിന്റെ അടിയിലേക്ക് പോകും. അത് അകത്തിരുന്ന് കാലക്രമത്തിൽ മുത്തായിത്തീരുന്നു എന്നാണ് സങ്കല്പം. അപ്പൊ എന്താ? സ്വാതി നക്ഷത്രം ഈ മുത്തുച്ചിപ്പിക്കുണ്ടോ? വാവും മകരസംക്രാന്തിയും. സ്വാതി നക്ഷത്രത്തിന്റെ അന്ന് മുകളിലേക്ക് വരണമെന്ന് ഇതിന് വല്ലതും അറിയാവോ? യാദൃച്ഛികമായി സംഭവിക്കുന്നു. പക്ഷേ ആ മുത്തുച്ചിപ്പി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആ മുത്ത് വളരെ അപൂർവമായിട്ട് മാത്രം ലഭ്യമാകുന്നത്. അപ്പോൾ സ്വാതി നക്ഷത്രം അന്ന് മഴ പെയ്യണം, മഴത്തുള്ളി ഇതിന്റെ അകത്താവണം. അങ്ങനെ ആ മഴത്തുള്ളി വീണ മുത്തുച്ചിപ്പി ആ തുള്ളി അതിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് കാലക്രമത്തിൽ മുത്തായി മാറുന്നു. ഇതുപോലെ ആചാര്യൻ ഈ ആത്മതത്വം ഉപദേശിച്ചു. പകുതി മനസ്സിലായി, പകുതി മനസ്സിലായില്ല. കേട്ടോണ്ട് ഇങ്ങ് പോരുന്നു. ആര്? ശിഷ്യൻ. കേട്ടോണ്ട് പോയിട്ട് വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ സ്വയം ഏകാന്തതയിലിരുന്ന് ഇത് മനനം ചെയ്യുന്നു. ഈ ആചാര്യൻ എന്താ പറഞ്ഞത്? തത്വമസി, നീ അതാണ്. അതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം. എന്നെ നോക്കിയാണ് പറഞ്ഞത് നീ അതാണ്. ഞാനൊരു വ്യക്തിയല്ലേ, ഞാൻ എങ്ങനെ ബ്രഹ്മമാവും, ഞാൻ എങ്ങനെ ഈശ്വരനാവും? പക്ഷെ ഗുരു കള്ളം പറയുകയും ഇല്ലല്ലോ. ഇങ്ങനെ ഇരുന്ന് മനനം ചെയ്യും. മനനം ചെയ്ത് ഈ ഗുരു പറഞ്ഞ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ അർത്ഥം
ശിഷ്യന്റെ ഉള്ളിൽ മുത്തുച്ചിപ്പി പോലെ അല്ല മുത്തുപോലെ കാലക്രമത്തിൽ തെളിഞ്ഞു വരും. അങ്ങനെയുള്ള കൂട്ടരെയാണ് ചിപ്പി അഥവാ ഇപ്പി എന്ന് പറയുന്നത്. ഹിപ്പി അല്ല, ഇപ്പി. പാലുണ്ണും പുൾ, ഇപ്പി, മീൻ പക്കി. ഈ പക്കി എന്നുള്ളത് നമ്മുടെ മലയാളത്തിലുണ്ട്. തമിഴ്നാട്ടിലുള്ളവര് ഒരു പരിഹാസ വാക്കായിട്ടാണ് ഈ പക്കി എന്ന് ഉപയോഗിക്കുന്നത്. അവര് പക്ഷി എന്നുള്ളതിന് പറവൈ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ പറവ എന്ന് പറയും, അവര് പറവൈ, കിളി എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ മീൻ പക്കി, മീനിനെ കൊത്തി തിന്നുന്ന പറവ. എല്ലാ പക്ഷികളും കാക്കയും തിന്നും, പരുന്തും തിന്നും, എല്ലാം. ഇവിടെ മീൻ പക്കി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊക്കിനെയാണ്. കൊക്ക് ഈ വയൽ വരമ്പത്ത് ഒറ്റ കാലിൽ ഇങ്ങനെ നിൽക്കും. അടുത്തൂടെ വെള്ളം ഒഴുകി പോകും. ആ വരമ്പിന്റെ താഴത്തോടെ ഒരു ചെറിയ ചാലിലൂടെ വെള്ളം ഒഴുകി പോകും. ഇതിങ്ങനെ നോയിക്കൊണ്ടിരിക്കും. കണ്ട ശരിക്കും ധ്യാനിക്കുകയാണോ എന്ന് തോന്നും. അനക്കമില്ല, ഇങ്ങനെ ഇരിക്കും. എന്തൊരു ക്ഷമയാണെന്നറിയാമോ? അതങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. അതിന്റെ ശ്രദ്ധ മുഴുവൻ ഈ ഒഴുകുന്ന വെള്ളത്തിലാണ്. ഇതിലൂടെ ഏതെങ്കിലും മീൻ ഒഴുകി വന്നാൽ അപ്പൊ ഇവൻ ചാടി വീണ് ആ കൊക്കിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുണ്ട്, അതിനെ വെള്ളത്തിൽ മുക്കി ആ മീനും കൊണ്ടേ പോകും. അപ്പൊ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതല്ല. ഇതുപോലെ ചില ശിഷ്യന്മാരുണ്ടെന്നാണ്. ചിലപ്പോ അവർ ഉറങ്ങും, അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ചില പ്രത്യേക സൂക്ഷ്മമായ വശങ്ങൾ, പോയിന്റുകൾ കിട്ടുമ്പോ ഈ മീൻ അല്ല ഈ കൊക്ക് മീനിനെ പിടിക്കുന്നത് പോലെ അതങ്ങ് പിടിച്ചെടുത്ത് കളയും. നമ്മൾ വിചാരിക്കും അയാളെ അവിടെ വന്ന് ഒരു സൈഡിൽ ഇരിക്കും, പുറയിലെങ്ങാനും വന്നിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഉറങ്ങും, കൈയും കാലും ഒക്കെ നീട്ടും. പക്ഷെ അതൊക്കെയാണെങ്കിലും അവർക്ക് ശ്രദ്ധ അപാരമാണെന്നാണ്. അപ്പോൾ ചില ക്യാച്ചി ആയിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില വേദാന്ത തത്വങ്ങൾ ആ ചില ഉദാഹരണങ്ങളിലൂടെയൊക്കെ ഗുരു വ്യക്തമാക്കുമ്പോൾ ആ സൂക്ഷ്മാർത്ഥത്തെ അവർ പെട്ടെന്ന് പിടിച്ചെടുക്കും. അങ്ങനെയുള്ള ശിഷ്യന്മാരും ഉണ്ട് എന്നാണ്. അതാണ് പാലുണ്ണും പുൾ, ഇപ്പി, മീൻ പക്കി, തീക്കാലും ഇരുമ്പിനീർ. ഇരുമ്പിൻ നീർ, അതാണ് ഇരുമ്പിനീർ. തീക്കാലും എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്ത ഇരുമ്പിൽ വീണ ജലം, ചുട്ടുപഴുത്ത് കിടക്കുന്ന, അതാണ് തീക്കാലും. ഇരുമ്പിൻ നീർ. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ദോശക്കല്ലെടുത്ത് പുറത്തു കൊണ്ട് വെച്ചിട്ട് അതിൽ സ്വല്പം വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താൽ എന്നൊരു ശബ്ദം കേൾക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും തങ്ങില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ശിഷ്യന്മാരുണ്ടെന്നാണ്. ദോശക്കല്ലിൽ തളിച്ച വെള്ളം പോലെ അത് കേട്ടതോടുകൂടി മറ്റേ ചെവിയിലൂടെ അങ്ങ് ഇറങ്ങിപ്പോവും. അകത്തൊന്നും തങ്ങില്ല, കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പലതരക്കാരാണ്, അവരവർ ഏത് തരക്കാരാണെന്ന് സ്വയം തീരുമാനിച്ചോളൂ. വേറെ ആർക്കും അത് പറയാൻ പറ്റില്ല. അവരവർ തീരുമാനിക്കാം. ഇതില് പാലുണ്ണും പുള്ളായ അരയന്നമാണോ, അല്ലെങ്കിൽ മുത്തുച്ചിപ്പിയാണോ, അതുമല്ലെങ്കിൽ ഈ കൊക്കാണോ, അതുമല്ലെങ്കിൽ ദോശക്കല്ലിൽ വീണ ചുട്ടുപഴുത്ത ദോശക്കല്ലിൽ വീണ ജലമാണോ, ഇതിൽ ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുക, മാർക്കിടുക. വേണ്ട കറക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ നമ്മുടെ സ്വഭാവത്തിലോ ശ്രദ്ധയിലോ ജീവിതചര്യയിലോ ഒക്കെ ആവശ്യമായ മാറ്റങ്ങളും വരുത്തിക്കൊള്ളുക. ശ്രദ്ധ വേണം എന്നുള്ളതാണ് പ്രധാനം. തീക്കാലും ഇരുമ്പിനീർ, മിന്നലിലെ ഏത്ര പണം പാർപ്പാർ. മിന്നലിലെ ഏത്ര പണം പാർപ്പാർ. മിന്നലിൽ ഒരാൾ കൊടുത്ത പണം അല്ലെങ്കിൽ കോയിൻ, നാണയം. എന്താണ് ഈ മിന്നലിൽ ഒരു പണത്തെ കണ്ടിട്ട്, നാണയത്തെ കണ്ടിട്ട് അത് സ്വീകരിച്ചവർ എന്ന് പറയുന്നത്? മിന്നൽ എന്ന് പറയുന്നത് ഒന്ന് മിന്നിട്ട് പോകുന്നതാണല്ലോ, സ്ഥിരമായി നിൽക്കുന്ന പ്രകാശമല്ല മിന്നൽ. ക്ഷണപ്രഭ എന്നാണ് സംസ്കൃതത്തിൽ അതിനെ പറയുന്നത്. ലക്ഷ്മണോപദേശത്തിലുണ്ടല്ലോ, മോഹങ്ങളൊക്കെ ക്ഷണപ്രഭാ, ഭോഗങ്ങളൊക്കെ ക്ഷണപ്രഭാ ചഞ്ചലം, ഇല്ലേ? അങ്ങനെ ഒരു വാക്കില്ലേ? വേഗേന പോകുന്നിത് ആയുസ്സു മോർക്കനീ. ഭോഗങ്ങളൊക്കെ ക്ഷണപ്രഭാ ചഞ്ചലം. ക്ഷണപ്രഭ എന്ന് പറഞ്ഞാൽ മിന്നൽ. നമ്മുടെ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖഭോഗങ്ങളുണ്ടല്ലോ, ഒക്കെ ക്ഷണികങ്ങളാണ്, അല്പനേരത്തേക്ക് നിന്നിട്ട് മറഞ്ഞു പോകുന്നത്. മിന്നൽ പോലെ എന്നാണ് ഇവിടെ. മിന്നലിലെ ഏത്ര പണം എന്ന് പറഞ്ഞാൽ കള്ളനോട്ട് അല്ലെങ്കിൽ കള്ളനാണയം അത് കണ്ടുപിടിക്കുന്ന ആൾക്കാർ റിസർവ് ബാങ്കിലൊക്കെ ഉണ്ടല്ലോ, കോയിൻ നോട്ട് എക്സാമിനർ എന്നാണ് അവരെ പറയുന്നത്. ഇനി ചിലരും പരിചയം കൊണ്ട് കള്ളനോട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കും.
പത്രത്തിലൊക്കെ വരാറുണ്ടല്ലോ. ഒറിജിനൽ നോട്ടിൽ ആ വാട്ടർ ലൈൻ ഇവിടെ ഉണ്ടായിരിക്കും, ഇപ്പുറത്ത് ഗാന്ധിജിയുടേത്, പിന്നെ അതിലൊരു രേഖയുണ്ടാവും, അതിൽ RBI എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പല ലക്ഷണങ്ങളും 1, 2, 3, 4 എന്ന് പറഞ്ഞ് പേപ്പറിൽ വരാറുണ്ടല്ലോ. ആ ലക്ഷണങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾക്ക് നല്ല നോട്ടിൽ നിന്നും കള്ള നോട്ടിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഇതുപോലെയാണ് മിന്നലിലെ ഏറ്റപണം. അതായത് നമുക്ക് ഒരാള് മിന്നലടിക്കുന്ന സമയത്ത് ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു നാണയമോ തന്നു, ഒന്ന് നോക്കി അതിലുള്ള അത് കള്ളനാണയമാണോ കള്ളനോട്ടാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ഒരാൾ ആ ക്ഷണനേരത്തെ മിന്നൽ പ്രകാശത്തിൽ ഇത് ഒറിജിനലാണോ ബോഗസ് ആണോ എന്നുള്ളത് അയാൾ ഉടനെ കണ്ടുപിടിക്കും. ഒന്ന് മിന്നിട്ട് അതിനിടയ്ക്ക് അയാൾ കണ്ടുപിടിച്ചു അത് നല്ല നോട്ടാണോ കള്ളനോട്ടാണോ, അല്ലെങ്കിൽ നല്ല നാണയമാണോ കള്ളനാണയമാണോ. ഇതുപോലെ ചിലർക്ക് ഈ സത്യം ഗ്രഹിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു ഉപദേശം, ഒരു വാക്ക് ഒരു പ്രാവശ്യം കേട്ടാണ്, നീ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ്, മതി. അത്ര കണ്ട് പാകത ഉണ്ടെങ്കിൽ ഒരുപാടൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ പല പ്രാവശ്യം കേൾക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര കണ്ട് പാകത കൂടുതലുള്ളവർ വളരെ ദുർലഭമാണ്, വളരെ ചുരുങ്ങും അവരുടെ സംഖ്യ. മിന്നലിലെ ഏറ്റപണം, ഒരു ക്ഷണനേരത്തെ പ്രകാശത്തിനുള്ളിൽ നല്ല നോട്ടാണോ കള്ളനോട്ടാണോ എന്ന് കണ്ടുപിടിക്കുന്നത് പോലെ സൂക്ഷ്മമായ വശങ്ങൾ അവർ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കും. ആര്? അതിപക്വരായ ശിഷ്യന്മാർ. തരും പൊരുളൈ കൊള്ളുവാർ താം തരും പൊരുളൈ കൊള്ളുവാർ. ആചാര്യൻ നൽകുന്ന അമൂല്യമായ വസ്തുവാണ് ജ്ഞാനം. അതൊരു വസ്തുവല്ല എങ്കിലും അമൂല്യമായ രത്നമോ നിധിയോ ഖനിയോ ചിന്താമണിയോ ഒക്കെ പോലെയാണ് ഈ തത്വോപദേശം എന്ന് പറയുന്നത്. ആ ആചാര്യൻ നൽകുന്ന ഉപദേശത്തെ ഇങ്ങനെ പല രീതിയിലും ശിഷ്യന്മാരുടെ പക്വതയ്ക്കനുസരിച്ച് ഓരോരുത്തരും സ്വീകരിക്കും, ഗ്രഹിക്കും, ബുദ്ധിയിൽ നിർത്തും. ബുദ്ധിയിൽ സ്വീകരിക്കും എന്നർത്ഥം. മലയാളം വ്യാഖ്യാനം വായിക്കാം. ഈ അതിപക്വരിൽ തന്നെ ഗ്രഹണപടുത്വം ആസ്പദമാക്കി 2 തരക്കാരെ കാണാൻ സാധിക്കും. ഗുരു ഉപദേശിക്കുന്ന മൊഴികളെ ഉടൻ തന്നെ ഏറ്റ് പ്രവർത്തിച്ച് മുക്തരായി കൊള്ളുന്നവർ 1-ാം തരക്കാരും, ഗുരു പറഞ്ഞതിനെ അപ്പടി സ്വീകരിച്ച് അതിനെ നടപ്പിലാക്കി അവർ മുക്തരാകും. അതാണ് ഏറ്റവും ശ്രേഷ്ഠരായ സാധകന്മാർ. അവർ 1-ാം തരക്കാരാണ്. ഗുരുമൊഴികളെ ഏറ്റ് അർത്ഥം സാവധാനം മനസ്സിലാക്കി പ്രവർത്തിച്ച് അചിരേണ മുക്തരായി തീരുന്നവർ 2-ാം തരക്കാരും. 2-ാം തരക്കാർക്ക് അല്പസമയം എടുക്കും, അവരും മുക്തരാകും. അധികം താമസമൊന്നുമില്ല, ജന്മങ്ങളൊന്നും വേണ്ടി വരില്ല. എന്നാലും 1-ാം തരക്കാരെക്കാളും അല്പം താഴെയാണ് ഈ 2-ാം തരക്കാർ. കാരണം അവർക്ക് പ്രാവർത്തികമാക്കാൻ അല്പം സമയം വേണം. ഈ തത്വോപദേശം എന്ന് പറയുന്നത് എന്താ? ജീവിതത്തിൽ അനുധാവനം ചെയ്യേണ്ടതാണ്. പലപ്പോഴും മായയിൽ മോഹിച്ചു പോകും, മനസ്സ് പലതിലും കുടുങ്ങിപ്പോകും, സംഘബദ്ധമായി തീരും. അപ്പൊ എല്ലാറ്റിനെയും ഈശ്വരമയമായി കാണാൻ അവർക്ക് പെട്ടെന്ന് സാധിച്ചില്ല എന്ന് വരും. അവർക്ക് കാലപ്പഴക്കം കൊണ്ട് മാത്രമേ എല്ലാം ഈശ്വരമയം എന്നുള്ള ഭാവം ഉള്ളിൽ ഉറയ്ക്കൂ. അവരെയാണ് 2-ാം തരക്കാർ എന്ന് പറഞ്ഞത്. ഇങ്ങനെ 2 തരക്കാർ. അതിൽ 1-ാം തരക്കാർക്ക് ഉദാഹരണം അരയന്നം, മുത്തുച്ചിപ്പി, കൊക്ക്, ചുട്ടുപഴുത്ത ഇരുമ്പ് കഷണത്തിൽ വീണ ജലഗണം, മിന്നലൊളിയിൽ പണം നോക്കുന്നവർ, ഈ വിധം 5ആണ്. അതായത് ഈ പറഞ്ഞ 5നെയും നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ദോശക്കല്ലിൽ വീണ വെള്ളം പെട്ടെന്ന് ആവിയായി പോകുന്നത് പോലെ ഒന്നും ഗ്രഹിക്കാത്തവരാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ദോശക്കല്ലിൽ വീണ വെള്ളം അത് ആവിയായി പോവുകയില്ല, ആ ദോശക്കല്ല് അതിനെ പെട്ടെന്ന് ഉറിഞ്ചിയെടുക്കുന്നു എന്നാണ്. ആ രീതിയിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ ഉപദേശം കിട്ടിയ ഉടനെ തന്നെ അത് മനസ്സിനകത്ത് സ്ഥാനം പിടിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഈ 5 തരക്കാരും അതിപക്വന്മാരാണ്. ഉദാഹരണം എന്താണ്? അരയന്നം, മുത്തുച്ചിപ്പി, കൊക്ക്, ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണത്തിൽ വീണ ജലഗണം, മിന്നലൊളിയിൽ പണം നോക്കുന്നവർ, ഈ വിധം 5ആണ്. അതായത് ഈ 5ന്റെയും വ്യാഖ്യാനം നമ്മൾ വായിച്ചതാണ്, പറഞ്ഞതാണ്. ഒന്നുകൂടെ വായിക്കാം. പാലും വെള്ളവും കലർന്നിരുന്നാൽ ജലത്തെ നീക്കി പാല് മാത്രം അനായാസേന ഗ്രഹിക്കുന്ന അരയന്നം. ഇനി 2ാമത്തേത്, സമുദ്രജലപ്പരപ്പിൽ പൊന്തി വന്ന് നിന്ന് ചിപ്പി തന്റെ വായ് തുറന്ന് മഴത്തുള്ളി ഏൽക്കുന്ന അതേ നിമിഷത്തിൽ വായടച്ച് താണ് അഗാധത്തിൽ മുങ്ങി
അവിടെ വെച്ച് ആ ശുദ്ധ ജലഗണത്തെ വിലയേറിയ രത്നമായി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. മുത്തായി എന്ന് നമുക്ക് അർത്ഥം സ്വീകരിക്കാം. വിലയേറിയ രത്നമായി വിളയിക്കുന്നു. ഇനി മൂന്നാമത്തതോ, മത്സ്യത്തെ കൊത്തിയെടുക്കുന്ന കൊക്ക് മടവായിൽ ഏകാഗ്രചിന്തയോടെ കാത്തിരുന്ന് മത്സ്യം വരുന്ന ഉടൻ കൊത്തി വിഴുങ്ങുന്നു. നാലാമത്തതോ, ചുട്ടുപഴുത്ത ഇരുമ്പ് കഷണത്തിൽ ജലഗണം വീഴുന്ന ഉടൻ തന്നെ അത് ഗ്രഹിച്ചുകൊള്ളുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് അത് മുഴുവൻ ആവിയായി പോകുന്നു, ഒന്നും തലയ്ക്കകത്ത് കയറുന്നില്ല. അങ്ങനെ എടുക്കണ്ട, പക്വതയുള്ള ശിഷ്യന്മാരുടെ കാര്യമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർ, ആ വെള്ളം വീണ ഉടനെ അത് ആവിയായി പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഇരുമ്പ് അതിനെ ആഗിരണം ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഇനി അവസാനത്തത് എന്താ? പെട്ടെന്ന് മിന്നി അണയുന്ന മിന്നൽ പ്രകാശത്തിൽ പണം നോക്കി ചീത്തയെ നല്ലതിൽ നിന്ന് മാറ്റിവെക്കാനുള്ള കെൽപ്പ് സൂക്ഷ്മതരനായ പണം നോട്ടക്കാരിൽ കാണാവുന്നതാണ്. നല്ല നോട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവരെയാണ് ഈ പണം നോട്ടക്കാർ എന്ന് പറയുന്നത്. പണത്തിൽ നോട്ടമിടുന്നവർ എന്നല്ല. അത്തരം നോട്ടക്കാരനെ പോലെയുമാണ് ഗുരുപദേശ മൊഴികളുടെയും സാരാംശം ജീവനെ മനസ്സിലാക്കിക്കൊള്ളുന്ന ആദ്യമായി പറഞ്ഞ ഒന്നാം തരക്കാരായ പക്വന്മാർ. ഈ ജീവനെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. തത്വമസിയിലെ ത്വം പദത്തിന്റെ അർത്ഥം എന്ത്? അത് മനസ്സിലായാലേ തത്പദത്തിന്റെ അർത്ഥം മനസ്സിലാവും. ഗുരു നീ അതാണ്, നീ ബ്രഹ്മമാണ് എന്ന് ഉപദേശിക്കുമ്പോൾ ശിഷ്യൻ തൻ്റെ ഉള്ളിലെ ഞാനിനെ വേണ്ടേ ലക്ഷ്യമാക്കേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം ശിഷ്യന്റെ ഉള്ളിൽ. ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് വിചാര പ്രക്രിയ ആരംഭിക്കുന്നത്. ഞാൻ ശരീരമാണോ, പ്രാണനാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, ഏറ്റവും ഉള്ളിലുള്ള ആനന്ദമയ കോശം അഥവാ അജ്ഞാനം അതാണോ? ഈ 5 കോശങ്ങളും ഞാനല്ല, അതിനപ്പുറത്തുള്ള ചൈതന്യാംശമാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നതാണ് ജീവനെ കുറിച്ചുള്ള ശരിക്കുള്ള അറിവ്. ആ ജീവനെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലായി കഴിഞ്ഞാൽ അത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കാൻ വലിയ താമസമില്ല. ജീവനെ തന്നെ നമ്മൾ കൂട്ടിക്കുഴച്ച് ശരീര പ്രാണ മനസ്സുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഞാൻ മനസ്സാണ്, അല്ലെങ്കിൽ ഞാൻ പ്രാണനാണ്, അല്ലെങ്കിൽ ശരീരമാണ്, ഇങ്ങനെ ഈ ചക്ക കുഴയുന്നത് പോലെ കുഴച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവനെ കുറിച്ചുള്ള അറിവ് തന്നെ നമുക്ക് നേരാവണ്ണം ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ ബ്രഹ്മത്തെ അറിയുക? ഈ ജീവനെ നോക്കിയാണല്ലോ ഗുരു ഉപദേശിക്കുന്നത് നീ അതാണ് എന്ന്. അപ്പൊ ഈ ജീവൻ തത്വമസി എന്നുള്ള മഹാവാക്യത്തിലെ ത്വംപദത്തിന്റെ അർത്ഥം, ലക്ഷ്യാർത്ഥം ബ്രഹ്മമാണ്. വാച്യാർത്ഥം ഈ ശിഷ്യൻ നല്ലതുപോലെ മനസ്സിലാക്കണം. എനിക്കും എന്നോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഉപാധികൾക്കും യാതൊരു ബന്ധവുമില്ല. ഞാൻ ഈ പഞ്ചകോശങ്ങളിൽ നിന്നും വിലക്ഷണനാണ്. അതിന് നമ്മെ സഹായിക്കുന്നത് വിചാരമാണ്. ഈ വിചാരത്തിന് നമ്മെ തയ്യാറാക്കുന്നത് വിവേകവുമാണ്. വൈരാഗ്യവും അതിന് സഹായിക്കും. വിവേകം വൈരാഗ്യം, വൈരാഗ്യം വിവേകം, വിവേകം വൈരാഗ്യം, ഇത് രണ്ടുമില്ലാതെ ആധ്യാത്മിക പുരോഗതി ഉണ്ടാവില്ല. ശുദ്ധമായ മനസ്സിലാണ് ഈ വിവേക വൈരാഗ്യങ്ങൾ ഉണ്ടാവുന്നത്. ശുദ്ധമായ മനസ്സ് എന്ന് പറഞ്ഞാൽ രജസ്തമോ ഗുണങ്ങളുടെ സ്വാധീനം കുറഞ്ഞ മനസ്സ്, സത്വഗുണത്തിന് ആധിക്യം സംഭവിച്ച മനസ്സ്. സത്വഗുണം ടോപ്പിലായിരിക്കും. സത്വഗുണം മറ്റ് 2 ഗുണങ്ങളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കും. അതിനെയാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്. ആ സത്വഗുണം എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ചിത്തം ശുദ്ധമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ സത്വഗുണ സമ്പന്നമായ ഒരു ബുദ്ധിക്കാണ് ഈ തത്വോപദേശം പെട്ടെന്ന് പിടികിട്ടുക. സൂക്ഷ്മാർത്ഥം ആ ബുദ്ധിക്കാണ് പെട്ടെന്ന് വെളിവാകുന്നത്. അത്തരം നോട്ടക്കാരനെ പോലെയുമാണ് ഗുരുപദേശ മൊഴികളുടെയും സാരാംശം ജീവനെ മനസ്സിലാക്കിക്കൊള്ളുന്ന ആദ്യമായി പറഞ്ഞ ഒന്നാം തരക്കാരായ പക്വന്മാർ. രണ്ടാം തരക്കാരാകട്ടെ കാലമറ പോലെ, അതായത് ഒരു കാലത്ത് മനസ്സിലാകാത്ത കാര്യം ചിന്തിച്ചിരിക്കവേ മറ്റൊരു കാലത്തിൽ മനസ്സിലാക്കിക്കൊള്ളുന്നു ചിലർ. സമയമെടുക്കും. അതായത് കാലമറ അവരുടെ ഉള്ളിലുണ്ട് എന്നർത്ഥം. കാലമറയും ദേശമറയും ഇല്ലാത്തവർ പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഉപദേശങ്ങളുടെ സാരം ഗ്രഹിക്കും. ഈ സമ്പ്രദായത്തെ കാലമറ എന്ന് പറയുന്നു. അതുപോലെ ഒരു ദേശത്ത് അനുഭവപ്പെടാത്ത കാര്യം മറ്റൊരു ദേശത്ത് വെച്ച് അനുഭവപ്പെടുന്നതിനെയാണ് ദേശമറ എന്ന് പറയുന്നത്. കൂടാതെ പഴക്കക്കുറവ് നിമിത്തം രത്നത്തിന്റെ തരം അറിയാതിരിക്കെ ആവക ഇടപാടിൽ കുറെ പഴകിയ ശേഷം ഏത് രത്നവും തിരിച്ചറിയാൻ സാധിക്കുന്നതിനെ കൽമറ എന്നും പറഞ്ഞു വരുന്നു. നമ്മളൊരു രത്ന വ്യാപാരിയുടെ കടയിൽ ജോലിക്ക് ചേർന്നു എന്ന് വിചാരിക്കുക. ആദ്യം നമുക്കൊന്നും അറിയില്ല. ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നല്ല രത്നമാണോ
മോശപ്പെട്ടതാണോ അല്ലെങ്കിൽ വെറും സ്ഫടികമാണോ, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ആ രത്നവ്യാപാരിയുടെ അറിവുമായിട്ടുള്ള സമ്പർക്കം നിമിത്തം, കാരണം അവിടെ നമ്മൾ ജോലി ചെയ്യാണല്ലോ, അപ്പോൾ പല സമയത്തായിട്ട് എങ്ങനെയാണ് ഈ രത്നത്തിന്റെ പരിശുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള അറിവ്, ആ ശാസ്ത്രജ്ഞാനം നേടിക്കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് ആരുടെയും സഹായമില്ലാതെ ഒരു രത്നം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഗുരുപദേശത്തിന്റെ മാഹാത്മ്യത്തെ ഉടനെ അറിയാൻ കഴിയാതെയും എന്നാൽ അതിന്റെ യഥാർത്ഥ ഗ്രഹണത്തിൽ ഉത്സുകരായി, പെട്ടെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ അറിയണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നു. ഇതൊന്നും നമ്മെ കൊണ്ട് പറ്റില്ല, ഇതൊന്നും മനസ്സിലാവില്ലെന്നേ. മനസ്സിലാവുമെന്ന് വിറച്ച് നമ്മൾ കുറെ കാലമൊക്കെ സത്സംഗത്തിലൊക്കെ വന്നിരുന്നു. അവസാനം ഇത് വളരെ സൂക്ഷ്മമാണ്, ഇതൊന്നും പിടികിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പകുതിയിൽ ഇട്ടിട്ട് പോകുന്ന കൂട്ടരും ഉണ്ട്. അവർക്ക് കിട്ടില്ല എന്ന്. ക്ഷമ വേണം മനുഷ്യൻ. മരുന്ന് കഴിച്ച ഉടനെ അസുഖം ഭേദമാവും, സമയമെടുക്കും. മരുന്നും വിരുന്നും 3 നാൾ, തമിഴിലൊരു പഴഞ്ചൊല്ലാണ്. മരുന്നും വിരുന്നും 3 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഔഷധം ഫലപ്രദമാണോ അല്ലയോ എന്നറിയാൻ 3 ദിവസം മതി എന്നാണ്. ആഴ്ചകളോളം മാസങ്ങളോളം ആ മരുന്ന് സേവിക്കേണ്ടതില്ല. അപ്പോൾ മരുന്ന് 3 ദിവസം കൊണ്ട് നമുക്ക് അത് ഫലപ്രദമാണെങ്കിൽ അതിന്റെ ഗുണം കിട്ടുമെന്നർത്ഥം. വിരുന്ന് 3 നാൾ. വിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥി, വിരുന്നുകാരൻ. 3 ദിവസം നമ്മൾ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ ഇവരെ പോണില്ലേ, വീട്ടിൽ ഭാര്യയും കുട്ടികളും ഒന്നും അന്വേഷിക്കില്ലേ? എങ്ങനെയാ നിങ്ങൾ പോവാതെ എങ്ങനെയാ വീട്ടുകാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഇംഗ്ലീഷിൽ അതിന്റെ ചൊല്ലുണ്ട്, ഫസ്റ്റ് ഡേ എ ഗസ്റ്റ്, സെക്കൻഡ് ഡേ എ ബർഡൻ, തേർഡ് ഡേ എ പെസ്റ്റ്. എന്താണ് അർത്ഥം? ഫസ്റ്റ് ഡേ വരുമ്പോൾ അയ്യോ എന്ത് കഴിക്കുന്നു, ദോശ ഉണ്ടാക്കട്ടോ, പുട്ടുണ്ടാക്കട്ടോ, അതുണ്ടാക്കട്ടോ, അങ്ങേക്ക് ഏതൊക്കെയാണ് ഇഷ്ടം, കാപ്പി ബ്രൂ വേണോ അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റന്റ് വേണോ, ഭയങ്കര സൽക്കാരമാണ് ആദ്യത്തെ ദിവസം, കാരണം വിരുന്നുകാരൻ. 2ാം ദിവസം ആകുമ്പോ ഇതൊരു വലിയ പൊല്ലാപ്പായാൽ ഇന്നലെ പോകുമെന്ന് വിചാരിച്ച് ഇയാള് അന്തിയുറക്കവും ഇവിടെ ആക്കി കഴിഞ്ഞു, നാളെ ഇന്നും കൂടെ കഴിഞ്ഞേ പോകത്തുള്ളായിരിക്കും. അപ്പൊ 2ാമത്തെ ദിവസം അയാൾ ഒരു ഭാരമായി തീരും. സെക്കൻഡ് ഡേ എ ബർഡൻ, ഭാരമായി തീരും. 2ാം ദിവസവും അയാളെ സ്ഥലം വിട്ടില്ലെങ്കിൽ തേർഡ് ഡേ എ പെസ്റ്റ്, 3ാമത്തെ ദിവസം ഒരു കൃമി കീടത്തോട് പെരുമാറുന്നത് പോലെയായിരിക്കും. ചിലപ്പോ ചൂലെടുത്ത് അടിച്ച് പുറത്താക്കി എന്നും വരും. അതാണ് 3ാമത്തെ ദിവസം. അതെന്താ? ഈ വിരുന്നുകാര് 3 ദിവസത്തിനുള്ളിൽ സ്ഥലം വിടണം എന്നർത്ഥം. നമ്മൾ വേറൊരു വീട്ടിൽ പോയാലും ശരി, വേറൊരാള് നമ്മുടെ വീട്ടിൽ വന്നാലും അയാൾ അടിച്ച് പുറത്താക്കരുത്. കാരണം അതിഥി ദേവോ ഭവ എന്നാണ്. ആ വീട്ടിലേക്ക് കയറി വരുന്ന അതിഥി ഈശ്വരനാണ് എന്നാണ് നമ്മുടെ സങ്കല്പം, അതിഥി സത്കാരം. പക്ഷെ അതിനനുസരിച്ച് അയാളും കൂടെ പ്രവർത്തിക്കണം. അയാൾ ചുമ്മാ അതിഥി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? തിഥി നോക്കാതെ വരുന്നവൻ എന്നാണ്. തിഥി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, ഏകാദശി, അങ്ങനെ ദ്വാദശി, ത്രയോദശി, പിന്നെ അമാവാസ്യ അല്ലെങ്കിൽ പൗർണമി, ഇങ്ങനെയാണ് 15 തിഥികളാണ് നമുക്കുള്ളത്. തിഥി നോക്കാതെ വരുന്നവൻ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പില്ലാതെ യാദൃച്ഛികമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നയാളെയാണ് അതിഥി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഗസ്റ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് കേട്ട് നമ്മുടെ സ്വന്തക്കാരോ സുഹൃത്തുക്കളോ നമ്മുടെ കുടുംബത്തിൽ സ്ഥിരതാമസമില്ലാത്ത ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അയാളെ നമ്മൾ അതിഥി അല്ലെങ്കിൽ വിരുന്നുകാരൻ എന്നൊക്കെയാണ് പറയുന്നത്. തിഥി നോക്കാതെ വരുന്നവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള മുന്നറിയിപ്പ് നമുക്കുണ്ടാവരുത്, ആ ഒരു സൂചന നമുക്കുണ്ടാവരുത്. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ആളിനെ മാത്രമേ അതിഥി എന്ന് പറയാൻ പറ്റൂ. നേരത്തെ SMS കൊടുത്തു, അല്ലെങ്കിൽ ടെലഗ്രാം ഒന്നും ഇല്ലല്ലോ ഇപ്പൊ, ഇമെയിൽ കൊടുത്തു, ഫോണിൽ വിളിച്ചു പറഞ്ഞു, അതൊന്നും അതിഥിയാവില്ല. അതിനെയൊക്കെ നിങ്ങൾ വിരുന്നുകാരെന്നോ ഇംഗ്ലീഷിലെ ഗസ്റ്റ് എന്നോ പറഞ്ഞോളൂ. സംസ്കൃതത്തിലെ അതിഥി എന്നുള്ള വാക്ക് ഉപയോഗിക്കണമെങ്കിൽ മുന്നറിയിപ്പ് കൂടാതെ വരുന്നവനെ മാത്രമേ അതിഥി എന്ന് പറയാവൂ. അതാണ് ഫസ്റ്റ് ഡേ എ ഗസ്റ്റ്, സെക്കൻഡ് ഡേ എ ബർഡൻ, തേർഡ് ഡേ എ പെസ്റ്റ്. മരുന്നും വിരുന്നും 3 നാൾ. ഇങ്ങനെ ഗുരുപദേശത്തിന്റെ മാഹാത്മ്യത്തെ ഉടനെ അറിയാൻ കഴിയാതെയും എന്നാൽ അതിന്റെ യഥാർത്ഥ ഗ്രഹണത്തിൽ ഉത്സുകരായി ഏകാന്ത മനസ്സോടെ പ്രവർത്തിച്ച് സാരം ഗ്രഹിച്ചു കൊള്ളുകയും ചെയ്യുന്നു 2ാം തരക്കാരായ അതിപക്വർ. ഈ 2 പേരും അതിപക്വന്മാരാണ്, അസാധാരണമായ പാകത വന്നവരാണ്, ചിത്തശുദ്ധി നേടിയവരാണ്. അതുകൊണ്ടാണ് കാലക്രമത്തിലെങ്കിലും 2ാമത്തെ കൂട്ടർക്ക് കിട്ടുന്നത് ആദ്യത്തെ കൂട്ടർക്ക് അചിരേണ, അധികം താമസിയാതെ തന്നെ കിട്ടുന്നു. മറ്റുള്ളവർക്ക് ജന്മങ്ങൾ വേണ്ടി വന്നേക്കും. ആ കാര്യത്തിലൊക്കെ ബാലകൃഷ്ണൻ നായർ സാർ ഭയങ്കര ലിബറലാണ്. ഇതാണ് ശാസ്ത്രീയമായ സത്യം. എന്താണ്? ബ്രഹ്മം മാത്രമേ ഇവിടെയുള്ളൂ.
ഈ കാണുന്നതെല്ലാം അതാണ്. സൂര്യനും ചന്ദ്രനും ഞാനും നിങ്ങളും മേശയും കസേരയും ഒക്കെ അതാണ്. ഈ തത്വം ഒന്ന് ഗ്രഹിച്ചു വെക്കൂ. ഇതിനെ എപ്പോഴും ബുദ്ധിയിൽ നിലനിർത്താൻ നോക്കൂ, ഓർമ്മിക്കൂ. രാഗദ്വേഷങ്ങളെ കുറയ്ക്കൂ, ഭേദചിന്തയെ അകറ്റൂ. സാറിന്റെ ഉപദേശങ്ങൾ തീർന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് നടപ്പിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഒക്കെ ഈശ്വരമയമാണെന്നുള്ളത്. രാഗദ്വേഷങ്ങൾ, ഇത് സുഹൃത്ത്, മറ്റേത് ശത്രു, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടല്ലോ. ആ ഭേദചിന്തയെ എങ്ങനെ നീക്കും? അപ്പോൾ സാറ് പറയും, ഉടനെ ഒന്നും പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പറ്റിയാൽ നല്ലത്, പറ്റണമെന്ന് തന്നെ ആഗ്രഹിച്ചോളൂ. പറ്റിയില്ലെങ്കിൽ വിഷമിക്കരുത്. മോക്ഷം പോലും കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവരുതെന്ന് ഒന്ന് ആലോചിച്ചു. നമ്മളിവിടെ കിടന്ന് ചാടിയത് കൊണ്ട് മോക്ഷം ഇങ്ങോട്ട് പോരുമോ? പാകത വന്നാൽ മോക്ഷം തനിയേ സംഭവിക്കും. ഈ പാകത കാലക്രമത്തിലാണ് കിട്ടുക എന്നാണ് കൃഷ്ണൻ തന്നെ പറയുന്നത്. തത്സ്വയം യോഗ സംസിദ്ധ കാലേന ആത്മനി വിന്ദതി നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേന ആത്മനി വിന്ദതി. അർജുന, ഈ ജ്ഞാനത്തെക്കാളും പവിത്രമായ വിലയേറിയ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഏറ്റവും അമൂല്യമായത് എന്ത് ഈ പ്രപഞ്ചത്തിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈശ്വരൻ ഭഗവാൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ സ്വരൂപമാണ് ജ്ഞാനം. അദ്ദേഹത്തെ കുറിച്ചുള്ള അറിവ് അതുപോലെ തന്നെ അമൂല്യമാവാനല്ലേ തരമുള്ളൂ. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധ. യോഗത്തിൽ സിദ്ധി നേടിയവൻ എന്ന് പറഞ്ഞാൽ സദാ ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിക്കുക എന്നുള്ള യോഗത്തിൽ പാകത നേടിയവൻ, ആ യോഗമാർഗത്തിൽ പക്വതയുള്ളവൻ, അയാള് പോലും കാലേന ആത്മനിവിന്ദതി, കാലക്രമത്തിൽ തന്റെ ഉള്ളിൽ നേടിയെടുക്കുന്നു ഈ ജ്ഞാനത്തെ. അവിടെയും കൃഷ്ണൻ കാലക്രമത്തിൽ എന്നാണ് പറഞ്ഞത്. എന്തിനങ്ങനെ പറഞ്ഞു? ചിലപ്പോൾ കുറെ സമയം എടുക്കും. കുറെ സമയം എന്ന് പറഞ്ഞാൽ കുറെ ജന്മങ്ങളെന്ന് കൂട്ടിക്കോളൂ. ഈ ശരീരം പതിക്കുന്നതിന് മുമ്പേ അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശ്രമിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അത് സാധിച്ചില്ല. നമ്മുടെ മരണസമയം അടുത്തു വന്നു, ശരീരം പതിക്കാൻ പോകുന്നു, തൻ്റെ മരണസമയം ആഗതമായി എന്ന് ഓരോ ജീവനും ഉള്ളിൽ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, അത് ഏതാണ്ട് ഈ ഛർദിക്കുന്നതിന് മുമ്പ് ഛർദിൽ വരും എന്നൊരു ഫീലിംഗ്, ഒരു സെൻസേഷൻ അകത്ത് കാണില്ലേ? അപ്പോഴല്ലേ നമ്മൾ ഓടി പുറത്തോ അല്ലെങ്കിൽ വാഷ് ബേസിന്റെ അടുത്തോ പോകുന്നത്. പെട്ടെന്നല്ലല്ലേ ഇത് വരുന്നത്. ഒരു വല്ലാത്ത വിമ്മിഷ്ടവും ഓക്കാനവും ഒക്കെ ഇങ്ങനെ വന്നിട്ട് അയ്യോ ഞാനിപ്പോ ഛർദിക്കും. അങ്ങനെയാണല്ലോ ബസ്സിന്റെ പുറത്തുകൂടെ തലയിട്ടിട്ട് സ്ത്രീകളും ഒക്കെ മറ്റു ആൾക്കാരും ഒക്കെ. സ്ത്രീകൾക്കാണ് ഈ ഛർദിൽ കൂടുതൽ. ചിലർക്ക് ഈ പെട്രോളിന്റെ സ്മെല്ല് ഒരു മനം പുരട്ടൽ ഉണ്ടാക്കും. അപ്പൊ ആ ഛർദിക്കുന്നതിന് മുമ്പ് ഒരു ഫീലിംഗ് ഉണ്ട്, വായിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നത് പോലെയോ എന്തോ ഒരു ബുദ്ധിമുട്ട്. നമുക്കറിയാൻ പറ്റും നമ്മൾ ഛർദിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് നമ്മൾ പോകും. അതുപോലെ ചില സൂചനകളൊക്കെ ഈ മരിക്കാൻ പോകുന്നവനും ലഭിക്കുമായിരിക്കും, കിട്ടുന്നുണ്ടാവും. പലരും പറയാറില്ല ഞാൻ ഇനി അധികകാലം ഉണ്ടാവില്ല. ഇതെങ്ങനെ ജ്ഞാനമോ അല്ലെങ്കിൽ സിദ്ധിവിശേഷം വല്ലതും ഉണ്ടോ? അതെങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്? അവർ വലിയ ജ്ഞാനികളോ സാധകന്മാരോ ഒന്നുമല്ല. അവരുടെ ഒരു ഉൾവിളിയാണ്, ഒരു ഇൻറ്റ്യൂഷൻ. അവർക്ക് തോന്നുന്നു നമ്മൾ ഇനി അധികകാലം ഉണ്ടാവില്ല. അപ്പോഴാണ് കുട്ടികളൊക്കെ വിളിച്ചു വരുത്താൻ, വിദേശത്തുള്ള ആളിനെ അവനെ വരാൻ പറ, എനിക്ക് അവനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, എനിക്കിനി അധിക സമയം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നില്ലേ? അത് ഉള്ളിലിരുന്ന് ഭഗവാൻ അറിയിച്ചു തരികയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷത്തിനെ പോലെ വല്ല ഭാഗവതമെങ്കിലും ഇനിയെങ്കിലും പോയി കേൾക്ക്. ഇനിയും പഴയ കണക്ക് പുസ്തകങ്ങളും ലാഭനഷ്ട കണക്കുകളും ഒന്നും വെച്ചോണ്ടിരിക്കാതെ. അപ്പൊ പലർക്കും അങ്ങനെ തോന്നാം. കുറഞ്ഞ പക്ഷം ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് അകലുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ മരണം അടുത്തു എന്നറിയാൻ പറ്റും ജീവന്. ഇതൊക്കെ ഈശ്വരന്റെ ഒരു കാരണമാണ്. അപ്പോഴെങ്കിലും നിങ്ങൾ ഈശ്വരനെ പിടിച്ചോളൂ എന്ന്. പക്ഷെ അപ്പോഴും പിടിക്കുന്നില്ല. ഈശ്വരന്റെ പാദങ്ങളെ അപ്പോഴും ദൃഢമായി ഗ്രഹിക്കാൻ തോന്നുന്നില്ല. അപ്പോഴും ഈശ്വര സ്മരണ വരുന്നില്ല. ആ ബാങ്കിൽ ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, ഈ ബാങ്കിൽ ഇവിടെ, പിന്നെ അവിടെയുള്ള ആ നിലം അത് വേറെ ആരെങ്കിലും കൊണ്ടുപോകും, അത് മൂത്ത മകനെ വിളിച്ച് അതിനെ ചട്ടം കെട്ടണം. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ വിചാരം. താനോ പോകാൻ പോകുന്നു, തൻ്റെ കുട്ടികൾ അവർ നോക്കിക്കോളൂ, എന്തോ ചെയ്തോട്ടെ, താൻ ഇപ്പൊ പോകുന്ന പരലോക മാർഗം അത് നേരെയാക്കാനുള്ള വഴി നോക്കൂ. പക്ഷേ മനുഷ്യന് ഈ മോഹം വിട്ടകലുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ വിധത്തിൽ അതിപക്വരായ ശിഷ്യന്മാർ ഗുരുസന്നിധിയിൽ നിന്ന് വേദസാരം ഗ്രഹിച്ച് സ്വയം മുക്തി നേടിക്കൊള്ളുന്നു. ചിലർക്ക് കേട്ട മാത്രത്തിൽ തന്നെ ആ ജ്ഞാനം ഉള്ളിൽ പ്രവേശിക്കും. അവർക്ക് അധികകാലം കഴിയുന്നതിന് മുമ്പേ തന്നെ ജ്ഞാനം പ്രകാശിക്കും. രണ്ടാം തരക്കാർക്ക് അവർക്ക് കുറേ കാലം ഇതിനെ മനനം ചെയ്യേണ്ടതായി വരും.
ഇടയ്ക്ക് പല സംശയങ്ങളും തോന്നും. അതൊക്കെ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, സംശയ നിവൃത്തി വരുത്തും. അവർ കാലക്രമത്തിൽ ഈ ജ്ഞാനത്തിന് ഉടമകളായിത്തീരുന്നു എന്നാണ്. അതാണ് താം പൊരുളൈ കൊള്ളുവാർ, താം തരും പൊരുളൈ കൊള്ളുവാർ. അതില് തരും പൊരുളൈ കൊള്ളുവാർ താം എന്നാണ് ആ പദ്യത്തിൽ കിടക്കുന്നത്. നമ്മൾ അതിനെ അന്വയിക്കുമ്പോൾ തമിഴിലും ഉണ്ട് കേട്ടോ അന്വയം, സംസ്കൃതത്തിൽ മാത്രമല്ല. ആ താം എടുത്ത് ആദ്യം ഇടണം. താം തരും പൊരുളൈ കൊള്ളുവാർ. താൻ, താം എന്ന് പറഞ്ഞാൽ താൻ എന്നർത്ഥം. താൻ ആചാര്യൻ താൻ നൽകുന്ന ആ ജ്ഞാനമാകുന്ന ധനത്തെ പക്വതയുള്ള ശിഷ്യന്മാർ ഇങ്ങനെ പലതരത്തിലും സ്വീകരിക്കും, അവരുടെ പാകതയ്ക്കനുസരിച്ച്. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. പതിയിറക്ക കേട്ടിറந்த പത്നി പോർ പാൽ പോൽ അതിമോഹി തീപ്പുകൾ പോൽ അൻപാം വിധവയർ പോൽ കണ്ണൻ കടയിർ കൊടൈ പോലെ കാണലാം തന്നൈ ഇഴവാത് ഇഴത്തറാൻ, തന്നൈ ഇഴവാതിറത്ത താൻ. അതാണ് സന്ധിയില് റാൻ എന്നാവുന്നത്. നമ്മുടെ മലയാളത്തിൽ റാൻ എന്ന് പറഞ്ഞാൽ യെസ്, അയാൾ എല്ലാത്തിനും റാൻ മുളുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ആ റാൻ അല്ല, താൻ എന്നാണ് അവിടെ പദച്ഛേദം. താൻ. ആ നാലാമത്തെ വരിയാണ് അതിൻ്റെ പരമകാഷ്ഠ. എന്താണ്? കാണലാം, കാണാം എന്നർത്ഥം. ഒരാൾക്ക് കാണാം അല്ലെങ്കിൽ അനുഭവിക്കാം. തന്നെ ഇഴവാത് ഇഴത്താൻ. ഇഴക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക, നഷ്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം. തന്നിഴപ്പ്. ഇതേ ഒഴിവിലൊടുക്കത്തിന്റെ തുടക്കത്തില് ഒരു പദ്യത്തിൽ നമ്മൾ വായിച്ചു, തന്നിഴപ്പൈ എന്ന കറ്റ് സാധിപ്പത്. തന്നിഴപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നഷ്ടപ്പെടുത്തുക, അഹങ്കാര നാശം എന്നർത്ഥം. എൻ്റെ ഉള്ളിലെ ഞാനിനെ ഞാൻ എങ്ങനെ നശിപ്പിക്കും? എന്ത് പഠിച്ചാൽ, ഏത് വിദ്യ അഭ്യസിച്ചാൽ ഈ ഞാൻ വഴിമാറിത്തരും? വേദാന്തം പഠിച്ചാൽ വഴിമാറിത്തരുമോ? അങ്ങനെയാണെങ്കിൽ വേദാന്തം എത്ര കാലമായിട്ട് കേൾക്കുന്നു ചിലർ, അവരുടെ ഉള്ളിൽ നിന്നും ഈ ഞാൻ അകന്നു പോകുന്നില്ലല്ലോ. ആ അഹങ്കാരത്തിന്റെ കനം കുറയുക പോലും ചെയ്യുന്നില്ലല്ലോ, വർദ്ധിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ണുടയ വള്ളലാർ ചോദിച്ചത്, തന്നിഴപ്പൈ, ഈ അഹങ്കാര നാശത്തെ എന്ന കറ്റ് സാധിപ്പത്, എന്ത് പഠിച്ചാണ് സാധിക്കുക, നേടുക ഈ അഹങ്കാര നാശം? ഇവിടെ എന്താ പറയുന്നത്? കാണലാം. പേടിക്കണ്ട, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഏത്? നിങ്ങളുടെ ഉള്ളിലെ ഞാൻ ഒരു മൂടൽമഞ്ഞ് പോലെ അപ്രത്യക്ഷമാകുന്നത്. അതിൻ്റെ സ്ഥാനത്ത് പരമസത്യം തെളിയും. ആ ഞാനിന്റെ പൊടി പോലും അവിടെ ഉണ്ടാവില്ല. കാണലാം തന്നെ ഇഴവാതെ ഇഴത്താൻ, തന്നെ നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെടുത്തിയ ഞാൻ. ഇതെന്താണിത്? നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ? തന്നെ ഇഴവാത്, നഷ്ടപ്പെടുത്താതെ, ഇഴത്ത, നഷ്ടപ്പെടുത്തിയ താൻ, ഞാൻ. അതായത് ഈ ജ്ഞാനിയുടെ ഉള്ളിൽ നിന്ന് ഞാൻ ഇല്ലാതെയാവും, ആ അഹങ്കാര നാശം സംഭവിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് ഞാൻ എന്നുള്ള ഭാവം അപ്പാടെ ഇല്ലാതാവുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ജ്ഞാനിയും പറയാറില്ലേ അദ്ദേഹത്തെ സ്വയം പരാമർശിക്കാൻ ഞാനെന്ന്? അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഞാൻ വേണ്ടേ? ഇല്ലാതെ എങ്ങനെ പരാമർശിക്കാൻ പറ്റും? പക്ഷെ നേരത്തെ പോലെയല്ല, ഒരു നിഴല് പോലെയേ അതുള്ളൂ. നേരത്തെ അതൊരു കോൺക്രീറ്റ്, ഒരു സോളിഡ് റിയാലിറ്റി ആയിട്ടാണ് നേരത്തെ ഈ ഞാൻ എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്നത്. ക്രമേണ തത്വവിചാരം ചെയ്ത് ആ ഞാനിന്റെ കട്ടി കുറഞ്ഞ് അത് നിഴലാണ്, പരമാത്മാവിന്റെ നിഴലാണ്, വസ്തു പരമാത്മാവാണ് എന്നുള്ള അറിവുണ്ടാവും. അവിടെ തന്നെ നശിപ്പിക്കാതെ തന്നെ നശിപ്പിക്കുന്നു, നഷ്ടപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിഴലിനെ വസ്തു എന്ന് കരുതുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത് ഇതൊരു വസ്തുവിന്റെ നിഴലാണ്, ഈ നിഴൽ വസ്തുവല്ല. ഇതൊരു വസ്തുവിന്റെ നിഴലാണ്, നിഴൽ വസ്തുവല്ല. അപ്പൊ വസ്തു നിഴലിൽ നിന്ന് ഭിന്നമായിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുന്നത് നിഴലാണ്. ഇതുപോലെ ആത്മാവ് എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ അതിലേക്ക് വിരൽ ചൂണ്ടുന്നത്, അതിലേക്കുള്ള ഒരു പോയിന്ററാണ് ഈ ഞാൻ എന്നുള്ള ഭാവം. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത്, ഈ ഞാനിനെ പിടിച്ചോളൂ, ഈ ഞാൻ എന്താണ് എന്ന് ചിന്തിച്ച് ഉള്ളിലേക്ക് പോകൂ. ഞാൻ 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 എന്നൊന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ, അത് എന്തിന്റെ പ്രകടനമാണോ അതാണ് ആത്മാവ്. നമ്മൾ ഞാനിനെ തന്നെ സത്യവസ്തുവായി വിചാരിക്കുന്നു, അഹങ്കാരത്തെ തന്നെ പരമസത്യമായി കരുതുന്നു. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. അത് മറ്റൊന്നിന്റെ പ്രകടനമാണ്. പ്രകടനം കള്ളം, ഏതിന്റെ പ്രകടനമോ അത് സത്യം. അപ്പൊ ആത്മാവിന്റെ പ്രകടനമാണ് ഈ അഹങ്കാരം. നിഴൽ വസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെ
ഈ അഹങ്കാരം ആത്മാവിലേക്ക് വിരൽ ചൂണ്ടുന്നു, ഒരു ആരോ മാർക്ക് പോലെയാണ്. കാരണം ഈ ഞാനെന്നൊന്ന് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ ആത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അത് ബാഹ്യവസ്തുക്കളെ പോലെ ഒന്നല്ലല്ലോ. അപ്പോ ആചാര്യന്മാർ, എടോ തൻ്റെ ഉള്ളിൽ ഒരു ഞാനില്ലേ? അത് ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിൽ ഇല്ലെങ്കിൽ പോലും ഉണർന്നെഴുന്നേറ്റയാൾ ഉറക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരവസ്ഥകളിലും അതിന് മാറ്റമില്ല, അത് എപ്പോഴും അവിടെ ഉണ്ട്. ഞാനെന്നുള്ള പ്രകടനം സുഷുപ്തിയിൽ വ്യക്തമാവുന്നില്ല, പക്ഷെ ഞാനുണ്ട്. ആ ഉറക്കത്തിൽ സുഷുപ്തിയിൽ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഉറങ്ങി എഴുന്നേൽക്കാൻ കഴിയുന്നത്. ഉറക്കത്തിൽ നമുക്ക് മരണം സംഭവിച്ചിരുന്നുവെങ്കിൽ ഉറക്കത്തിലും ഒരു തരത്തിലുള്ള അഹങ്കാര നാശമാണല്ലോ, ഞാൻ എന്നുള്ള ഭാവം ലയിച്ചു പോവുകയാണല്ലോ ചെയ്യുന്നത്. അവിടെ അഹങ്കാരം യഥാർത്ഥത്തിൽ മരിച്ചു പോയിരുന്നു, നശിച്ചു പോയിരുന്നു എങ്കിൽ പിന്നെ ആരാണ് അടുത്ത ദിവസം രാവിലെ ഉണരുക? ഈ ചോദ്യത്തിന് മറുപടി പറയൂ. അടുത്ത ദിവസം ആരാ ഉണരുക? ആ സുഷുപ്തിയിൽ നശിക്കാത്ത ഒന്ന് ഉണ്ടായിരുന്നല്ലോ, അതാണ് ദ റിയൽ ഐ, യഥാർത്ഥത്തിലുള്ള ഞാൻ. യഥാർത്ഥത്തിലുള്ള ഞാനിൽ ഞാൻ എന്നുള്ള ഭാവമില്ല, അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പൊ ആത്മാവായിട്ടാണ് നമ്മൾ നമ്മുടെ സുഷുപ്തിയിൽ സ്ഥിതി ചെയ്തിരുന്നത്. അത് ഞാൻ എന്നുള്ള പ്രകടനമായി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വരുന്നു. സ്വപ്നത്തിലും ആ ഞാൻ എന്നുള്ള ഭാവമുണ്ട്. പക്ഷേ അവിടെ രണ്ടും ആത്മാവിന്റെ നിഴലുകൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ വസ്തു സുഷുപ്തിയിലാണ്. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ പരമമായ സുഖം ഓരോ ജീവനും അനുഭവിക്കുന്നത്. അവിടെ ഞാനിന്റെ പ്രകടനമില്ല. സുഖത്തിന് വല്ല കുറവുണ്ടോ? ഉറക്കത്തെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? കുറച്ചു നേരം കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല, എല്ലാം അപ്രത്യക്ഷമാകും. ഞാൻ ദേഹത്തെ മറക്കും, ലോകത്തെ മറക്കും, കുടുംബത്തെ മറക്കും, ഭാര്യയും കുട്ടികളും പണത്തിനെയും എല്ലാറ്റിനെയും മറന്നുപോകും. അതുകൊണ്ട് എനിക്ക് ഉറങ്ങണ്ട, ഞാൻ എപ്പോഴും ഉണർന്നു തന്നെ ഇരിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഈ ജാഗ്രതത്തിലും സ്വപ്നത്തിലും കിട്ടാത്ത ശ്രേഷ്ഠമായ ഒരു സുഖം ഉറക്കത്തിൽ കിട്ടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഉറക്കത്തിൽ എനിക്കൊരു ചുക്കും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് ഉറക്കത്തിലേക്ക് സുഷുപ്തിയിലേക്ക് കിടക്കുന്നു, നാളെ ഈ സുഷുപ്തിയിൽ നിന്ന് പുറത്തു വരും എന്നുള്ളതിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? എന്നിട്ട് നമുക്ക് ഭയം തോന്നാത്തതെന്തേ? ഞാൻ ഈ ഉറക്കത്തിൽ തന്നെ അങ്ങ് ശിഷ്ടകാലം കഴിച്ചു കൂട്ടും, ഞാൻ ഇനി ഉണർന്നു വരില്ല, അങ്ങനെ ഒരു ഭയം വരുന്നില്ല. മരണഭയം പോലെ മനുഷ്യൻ ഉറക്കത്തെ ഭയപ്പെടുന്നില്ല. മരണത്തെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടുന്നില്ലല്ലോ ഉറക്കത്തെ. എന്തുകൊണ്ട്? എന്റെ ഉറക്കത്തിൽ ഞാനുണ്ട്, ഉറപ്പാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ ഉറക്കത്തിൽ എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല, നേരെ മറിച്ച് പരമമായ സുഖം എനിക്ക് കിട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയേ തീരൂ. നമ്മൾ ആത്മാവായിട്ട് അവിടെ ഉണ്ട്, ഉണ്ടാവും എന്നൊരു നിശ്ചയം ആ ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഉറങ്ങാൻ ഭയപ്പെട്ടേനെ. ഉറക്കം എന്ന് പറഞ്ഞാൽ എല്ലാം തുടച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. പേടി തോന്നുന്നില്ലല്ലോ അവിടെ. എന്റെ പേടിക്കാനുള്ള ആള് തന്നെ ഇല്ല. അതാണ് പേടിക്കുന്നത്. ഈ ഞാനാണല്ലോ. ഈ ഞാൻ തന്നെ ലയിച്ചു പോയി. ഈ ഞാനും ആ അജ്ഞാനത്തിൽ ലയിച്ചു പോയത് കൊണ്ട് അവിടെ ഭയപ്പെടാൻ തന്നെ ആളില്ല. പിന്നെ ഭയം ആരെ കടന്നു പിടിക്കും? അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തെ ഭയപ്പെടാത്തത്. പിന്നെ അവിടെ ഈ ഞാനിന് ഒരു ക്ഷയവും ക്ഷതിയും സംഭവിക്കുന്നില്ല എന്നും നമുക്കറിയാം. ഇവിടെ പറയുന്ന ഉദാഹരണം നോക്കൂ. തന്നെ ഇഴവാതെ ഇഴത്ത താൻ, തന്നെ നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെടുത്തിയവൻ. ആര്? ആത്മജ്ഞാനി. തൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ നഷ്ടപ്പെടുത്താൻ അജ്ഞാനികൾക്കാണ് ഭയം. പക്വതയുള്ള ഒരുത്തനെ ഈ പണ്ടാരം വേണ്ട. ഇതാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം, ഈ വ്യക്തിബോധം. ഞാൻ ഈ അഹങ്കാരത്തെ തുടച്ചു നീക്കും എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പല ഉദാഹരണങ്ങളാണ് പറയുന്നത്. പതിയിറക്ക കേട്ട് ഇറந்த പത്നി പോൽ. പത്നി എന്ന് പറഞ്ഞാൽ അവിടെ പതിവ്രത. നമ്മുടെ മലയാളത്തിൽ പത്നി, സംസ്കൃതത്തിലും ഒക്കെ പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നുള്ള അർത്ഥം മാത്രമേ നമ്മൾ പറയാറുള്ളൂ. തമിഴില് ഈ പത്നി എന്ന് പറഞ്ഞാൽ പതിവ്രതയായ ഭാര്യ എന്നാണ് അർത്ഥം. പാതിവ്രത്യം കൂടെ അതിനോട് ചേർന്ന് പടിതാണ്ട പത്നി എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് വീട്ടിന്റെ പടി കടന്ന് പുറത്തു പോകാത്ത പതിവ്രതയായ സ്ത്രീ. കാരണം ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കും, ഭർത്താവിന് ആവശ്യമുള്ളത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ പടി കടന്ന് പുറത്തു പോവില്ല. അതാണ് പടിതാണ്ട പത്നി. പതിയിറക്ക കേട്ട് ഇറந்த പത്നി പോൽ. ഭർത്താവ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് മരിച്ചു വീഴുന്ന പത്നിയെ പോലെ, പതിവ്രതയായ സ്ത്രീയെ പോലെ. ആര്?
അഹങ്കാരത്തെ നശിപ്പിക്കുന്ന സാധകൻ. നീ ബ്രഹ്മമാണ് എന്ന് ഗുരു ഉപദേശിച്ചപ്പോ ഞാൻ ബ്രഹ്മമാണ് ഉറപ്പിച്ചു, അഹങ്കാരം അപ്പ മരിച്ചു വീണു. അങ്ങനെയൊക്കെ നടക്കുമോ? നടക്കും, അപൂർവമാണെന്നേ ഉള്ളൂ. നീ ബ്രഹ്മമാണ് കുഞ്ഞ്, നീ ഒരു വ്യക്തിയല്ല, നീ ഒരു തത്വമാണ് എന്ന് പറഞ്ഞു കേട്ടാൽ അഹങ്കാരം പോയി. ബുദ്ധിക്കും ആ ഒരു ഉറപ്പ് വന്നു, ആ ചിത്തശുദ്ധി കാരണം. പതിയിറക്ക് കേട്ടിരുന്ന പത്നി പോൽ പാൽ പോൽ, പാലിനെ പോലെ സാധകൻ ഈ സത്യത്തെ ഗ്രഹിച്ച് അഹങ്കാരത്തെ നശിപ്പിക്കുന്നു. എന്താണ് പാല് പോലെ എന്ന് പറഞ്ഞാൽ? ഇതിന് 4 വ്യാഖ്യാനങ്ങളുണ്ട്. എല്ലാം ഈ മലയാളത്തിലില്ല, എല്ലാം കൂടെ ഞാൻ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ പാല് പോലെ എന്നുള്ള ഉദാഹരണം എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പാല് തിളപ്പിക്കുമ്പോഴേ, പാല് കാച്ചുമ്പോൾ പാല് തിളച്ച് പാല് തൂവി ആ തീയിലേക്ക് തന്നെ വീണ് നഷ്ടമാവുന്നുണ്ടല്ലോ. ഇതുപോലെ ഗുരുവിന്റെ ഉപദേശം കേട്ട് അത് മനസ്സിൽ നിറഞ്ഞ് ബുദ്ധിയിൽ നിറഞ്ഞ് അത് കരകവിഞ്ഞൊഴുകി ഈ അഹങ്കാരത്തെ ഇല്ലാതെ സാധകന്റെ ഉള്ളിനെയാണ് അതിനെയാണ് ഈ പാല് എന്ന് പറഞ്ഞത്. പാല് പോലെ അതിവേഗം അത് നഷ്ടമാവുമെന്നർത്ഥം ഗുരുവിന്റെ വാക്ക് കേട്ട്. ഇനി വേറൊരർത്ഥം, പാത്രത്തിൽ നിന്ന് തൂവിപ്പോയ പാലിന്റെ മണം ആ മുറിയിൽ തങ്ങി നിൽക്കുന്നത് പോലെ. ഇനി ഈ പാല് തിളപ്പിക്കുന്ന കാര്യം വിടും. പാല് പോലെ എന്ന് പറഞ്ഞതിന് വേറൊരർത്ഥം, ഒരിടത്ത് പാല് വീണു, തറയിൽ കുറച്ച് പാലറിയാതെ തൂവിപ്പോയി. നമ്മൾ കൊണ്ടുവരുമ്പോൾ കാല് തട്ടി കുറച്ച് പാല് നിലത്ത് വീണു. നമ്മൾ തുടച്ചു കഴിഞ്ഞാലും കുറച്ചു നേരത്തേക്ക് ആ പാലിന്റെ മണം ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും, തൂവിപ്പോയ പാലിന്റെ. ഇതുപോലെ അഹങ്കാരം, അതിന് പ്രസക്തിയില്ല, അഹങ്കാരത്തിന് പ്രാധാന്യമില്ല, അത് വെറും ആത്മപ്രകടനമാണ് എന്ന് മനസ്സിലാക്കിയാലും പഴയ ആ വാസനകൾ കാരണം ആ അഹങ്കാരത്തിന്റെ ഒരു മണം ഉള്ളിലുണ്ടാവും. പക്ഷെ അതൊന്നും ചെയ്യില്ല, നമുക്ക് ഉപദ്രവമൊന്നും ചെയ്യില്ല എന്ന്. ആ അർത്ഥത്തിലും പാല് പോലെയാണ് ശിഷ്യൻ എന്ന് പറയാം. ഇനിയൊന്ന് മൂന്നാമത്തെ അർത്ഥം എന്താ? ഉറയൊഴിക്കാൻ അല്പം തൈര് മതിയാകുന്ന പോലെ. പാല് പോലെ എന്ന് പറഞ്ഞാൽ ഒരു പാല് ഉറയൊഴിക്കണമെങ്കിൽ 1/2 സ്പൂണോ 1 സ്പൂണോ തൈര് മതി. ഒരു ഗ്ലാസ് തൈരൊന്നും എടുത്ത് ഒഴിക്കണ്ട. 1 സ്പൂൺ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഉറ കൂടുമ്പോൾ ആ പാല് മുഴുവൻ തൈരാകും. ഇതുപോലെ പക്വതയുള്ള ശിഷ്യ ചിത്തത്തിൽ അത് പാല് പോലെയാണ്. ഗുരുവിന്റെ ഉപദേശമാകുന്ന അല്പം തൈര് വീണാൽ ആ ബുദ്ധി മുഴുവൻ ജ്ഞാനം കൊണ്ട് ഉറ കൂടുന്നു. ജ്ഞാനം കൊണ്ട് ഉറ കൂടും. ഗുരു ഇത്തിരിയല്ലേ ഉപദേശിച്ചുള്ളൂ, അല്പമല്ലേ, ഒരു മഹാവാക്യമല്ലേ പറഞ്ഞു കൊടുത്തുള്ളൂ, മതി. ബുദ്ധിയിൽ ജ്ഞാനം നിറയാൻ, ആ ബുദ്ധിയാകുന്ന പാല് ഉറ കൂടാൻ അത് ധാരാളം മതി എന്നാണ്. അതാണ് പാല് പോലെ എന്ന് പറഞ്ഞത്. ഇങ്ങനെ 3 അർത്ഥമുണ്ട്. പാൽ പോലെ, പാൽ പോൽ. ഇനി അതിമോഹി തീപ്പുകൾ പോലെ. അതിമോഹി എന്നിവിടെ പറഞ്ഞാൽ അതും പതിവ്രതയായ പത്നി എന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ മലയാളത്തിൽ അയാൾ അതിമോഹമാണ് മോനെ ദിനേശ. ആ അതിമോഹമല്ല. അതിമോഹി എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് അതിര് കടന്ന പ്രേമം, ഭക്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ എന്നർത്ഥം. പതിവ്രതയായ ഭാര്യ. ആ അതിമോഹി തീപ്പുകൾ പോൽ. പണ്ട് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ, സതി. ഭർത്താവ് മരിച്ച ആ ചിറയിൽ ഭാര്യയും എടുത്തു ചാടി ആത്മാഹുതി ചെയ്യും. ഇപ്പോഴതില്ല. രാജാറാം മോഹൻ റായ് ആണ് അത് നിരോധിച്ചത്. സതി നിർത്തലാക്കിയതാര്? രാജാറാം മോഹൻ റായ്. അപ്പോഴത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക്കോ. ആരോ ആണ്. നമുക്ക് വില്യം ബെന്റിക്കിന്റെ കാര്യം മറന്നുപോയാലും രാജാറാം മോഹൻ റായ് മറന്നുപോകാത്തതാണ്. നമ്മുടെ ആൾക്കാരുടെ കാര്യം നമുക്ക് ഓർമ്മ വെച്ചാൽ ആരോ ആയിക്കൊള്ളട്ടെ. തീപ്പുകൽ എന്ന് പറഞ്ഞാൽ തീയിൽ പ്രവേശിക്കുക, അഗ്നിപ്രവേശം. പുകുക, പൂകി എന്നൊക്കെ മലയാളത്തിലില്ലേ? അതൊക്കെ നല്ല തമിഴാണ്. തീപ്പുകൽ, അഗ്നിയിൽ പ്രവേശിക്കുക. ആര്? അതിമോഹി തീപ്പുകൽ പോലെ, അൻപാം വിധവയർ പോലെ. 3 ഉദാഹരണങ്ങളും സ്ത്രീകളെ വെച്ചാണ്. ആദ്യം പറഞ്ഞത് ഭർത്താവിന്റെ മരണവാർത്ത കേട്ട് നെഞ്ചു പൊട്ടി തന്നെ മരിക്കുന്ന പതിവ്രതയായ സ്ത്രീ. ഇപ്പൊ പറഞ്ഞത് ഭർത്താവിൽ അമിതമായ ശ്രദ്ധയും ഭക്തിയുമുള്ള ആൾ ഭർത്താവിന്റെ ചിതയിൽ അഗ്നിപ്രവേശം ചെയ്യുന്നത് പോലെ. മൂന്നാമതും പറയുന്നത് സ്ത്രീകളെ കുറിച്ചാണ്. പക്ഷെ അവിടെ വിധവയെ കുറിച്ചാണ് പറയുന്നത്. എന്ത്? അൻപാം വിധവയർ പോൽ. ചില സ്ത്രീകള് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിലൊന്നും എടുത്തു ചാടില്ല, നെഞ്ചു പൊട്ടി മരിക്കുകയില്ല. ശിഷ്ട ജീവിതം മുഴുവൻ തൻ്റെ ഭർത്താവിന്റെ സ്മരണയിൽ കഴിച്ചുകൂട്ടും. അവർക്ക് മറ്റ് ആഡംബര അങ്ങനെയൊക്കെയാണ്. സ്വയം ഏറ്റുവാങ്ങിക്കുന്ന ശിക്ഷയാണ്. ഏത്? തലയിൽ പൂ വയ്ക്കാതിരിക്കുക, പൊട്ടുകുത്താതിരിക്കുക, താലിമാല ഊരി വയ്ക്കുക, ആഭരണങ്ങളൊന്നും ധരിക്കാതിരിക്കുക, സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക, സെന്റ്, മറ്റേ കസ്തൂരി, ഇതൊന്നും ശരീരത്തിൽ ആരെ കാണിക്കാൻ?
തന്റെ പ്രിയതമൻ പോയില്ലേ, ഇനി ആരെ കാണിക്കാൻ? അങ്ങനെ സ്വയം അവർ ഒരു ഒതുങ്ങിയ ജീവിതം സ്വീകരിക്കുന്നു. അതിനെയാണ് ഇവിടെ പറയുന്നത് അൻപാം വിധവയർ പോൽ. ഭർത്താവിനോട് വളരെയധികം അൻപുള്ള പ്രേമമുള്ള ഒരു വിധവ എങ്ങനെയാണോ തന്നെയും തൻ്റെ ശരീരത്തെയും അപ്രധാനമായി കണക്കാക്കി ഭർത്താവിൻ്റെ സ്മരണയിൽ മാത്രം ജീവിതം കഴിച്ചുകൂട്ടുന്നത്, അതുപോലെ ശിഷ്യൻ ഈ അഹങ്കാരത്തെ തീരെ അവഗണിച്ചിട്ട് ആത്മാവിൽ മാത്രം ശ്രദ്ധയുള്ളവനായി തൻ്റെ ജീവിതാവസാനം വരെ കഴിച്ചുകൂട്ടും എന്നാണ്. കണ്ണൻ കടയർ കൊടൈ പോലെ. കണ്ണൻ എന്ന് പറഞ്ഞാൽ കർണൻ, കണ്ണൻ എന്ന് പറഞ്ഞാൽ കർണൻ. കർണൻ കടയർ കൊടൈ പോലെ. കടയർ എന്ന് പറഞ്ഞാൽ കടൈശി എന്നൊക്കെ നമ്മൾ തമിഴിൽ പറഞ്ഞാൽ അവസാനം എന്നാണ്, ഒടുക്കം, അവസാനം, കടൈശി, അതാണ് കടൈ. കണ്ണൻ കടയർ കൊടൈ പോലെ. കൊടൈ എന്ന് പറഞ്ഞാൽ ദാനം, കൊടുക്കുന്നത് കൊട. നമ്മൾ മഴയ്ക്ക് നിവർത്തി പിടിക്കുന്നതല്ല, അതും കുട തന്നെ. തമിഴില് കൊടൈ. അപ്പൊ അവർ ഈ മഴ വന്നാൽ പിടിക്കുന്ന കുടയ്ക്ക് എന്ത് പറയും? കുടൈ. അതാണ് തമിഴന്മാര്. കുടൈ എന്ന് പറഞ്ഞാൽ അംബ്രല്ല, കൊടൈ എന്ന് പറഞ്ഞാൽ ദാനം, കൊടുക്കുക എന്നുള്ള പ്രവൃത്തി. കണ്ണൻ കടയർ കൊടൈ പോലെ. കർണന്റെ അവസാന സമയത്തെ ദാനം പോലെ. ഈ കർണന്റെ അവസാനത്തെ സമയത്തെ ദാനം കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചായിരുന്നു. കൃഷ്ണൻ അവസാനമായിട്ട് ദാനം വാങ്ങിക്കാൻ വേണ്ടി ഒരു ബ്രാഹ്മണന്റെ, വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിലെത്തി കർണന്റെ അടുത്ത്. കാരണം അർജുന ശരങ്ങളേറ്റ് നിലം പതിച്ച കർണൻ മരിക്കുന്നില്ല. എന്താണെന്നോ, അയാളുടെ ആ ദാനം കൊണ്ടുള്ള പുണ്യം ആ ശരീരത്തിൽ നിന്ന് പ്രാണനെ പോകാൻ പറ്റാതെ പിടിച്ചു നിർത്തുന്നു. മരിക്കുന്നില്ല അയാൾ, അമ്പേറ്റ് വീണ് കിടക്കുകയാണ്, ശരീരം മുഴുവൻ മുറിവേറ്റ്. അപ്പോ അയാൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? കർണന് ഒരു സദ്ഗതി ഉണ്ടാക്കണം, അയാൾ ഇനിയും ആ വേദന അനുഭവിച്ചുകൊണ്ട് ആ യുദ്ധഭൂമിയിൽ കിടക്കരുതെന്ന് വെച്ചിട്ട് വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിൽ കർണന്റെ അടുത്ത് ചെന്നിട്ട്, കർണ, ഞാനൊരു വൃദ്ധബ്രാഹ്മണനാണ്, എനിക്ക് എന്തെങ്കിലും ദാനം തരണം. അപ്പൊ കർണൻ ചോദിച്ചു, യുദ്ധത്തിൽ മുറിവേറ്റ് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ഞാൻ അങ്ങേക്ക് എന്ത് ദാനം തരാനാണ്? എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഇല്ല, നീ ഇന്നേവരെ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫലത്തെ എനിക്ക് ദാനം ചെയ്യൂ. അപ്പോ കർണൻ പറഞ്ഞു, ശരി, തന്നിരിക്കുന്നു. ആ ദാനവും കൂടെ, ആ ദാനഫലത്തെ കൂടെ ദാനം ചെയ്ത് കൃഷ്ണൻ അത് സ്വീകരിച്ചുകൊണ്ട് പോയപ്പോ കർണൻ മരിച്ചു എന്ന കഥ. അതാണ് അവസാനം ചെയ്ത ദാനം. അതിനെയാണ് ഇവിടെ പറയുന്നത് കണ്ണൻ കടയർ കൊടൈ പോലെ കാണലാം, കാണാം. എന്താണ്? തന്നെ ഇഴവാതിഴത്ത താൻ. അതായത് കർണൻ അവിടെ തന്റെ ദാനധർമ്മങ്ങളുടെ ഫലം മുഴുവൻ കൊടുത്തു. അപ്പൊ അയാൾ പിച്ചക്കാരനായിട്ടാണോ മരിച്ചത്? ഒരിക്കലുമല്ല, സ്വർഗത്തിലേക്കാണ് പോയത് കർണൻ. കാരണം അതും ദാനമാണല്ലോ, ദാനത്തിന്റെ ഫലത്തെയും ദാനം ചെയ്തു. അപ്പൊ അത് എത്ര ശ്രേഷ്ഠമാണ്. അതുപോലെ എല്ലാ അനുഭവങ്ങളുടെയും കേന്ദ്രമായ ആ അനുഭവിയെ, അഹങ്കാരത്തെ പോലും വേണ്ടെന്ന് വെച്ചു. ആ അഹങ്കാരത്തെയും ത്യജിക്കാൻ തയ്യാറായി. അതാണ് ത്യാഗത്തിന്റെ പരമകാഷ്ഠ. നമ്മൾ ബാക്കിയുള്ള എല്ലാറ്റിനെയും ത്യജിക്കും, ഈ ത്യജിച്ചവനെ ത്യജിക്കാൻ നമ്മൾ തയ്യാറാവില്ല. ആരാണ് ത്യജിച്ചവൻ? ഞാൻ. അതിനെ വിടാതെ, ആ അഹങ്കാരനാശം നേടാതെ കാര്യമായ പ്രയോജനം ഉണ്ടാവില്ല. ഇതുപോലെ ഓരോരുത്തരും ഈ പറഞ്ഞ ഉദാഹരണത്തിൽ പതിയിറക്ക കേട്ട് ഇറந்த പത്നി, പാൽ പോലെ, അതിമോഹി തീപ്പുകൽ പോലെ, അൻപാം വിധവയർ പോൽ, കണ്ണൻ കടയിർ കൊടൈ പോലെ, കാണലാം തന്നെ ഇഴവാതെ ഇഴത്ത താൻ. ആ ഞാനിനെ നശിപ്പിക്കുന്നത് കൊണ്ട്, അഹങ്കാര നാശം കൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കുന്നില്ല, വൻ ലാഭമാണ് കിട്ടുന്നത്. പരമാത്മ സ്വരൂപിയായി നമ്മൾ തീരുകയാണ് ചെയ്യുന്നത്. പരമാത്മ സത്യം നമുക്ക് സ്വന്തമാകുന്നു. അനന്തമായ ആനന്ദത്തിന്റെ ഉടമകളായി തീരുന്നു നാം. അതാണ് അഹങ്കാരത്തെ വിട്ടു നഷ്ടപ്പെടാതെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം. അതിന്റെ മലയാള വ്യാഖ്യാനം കൂടെ നമുക്ക് വേഗത്തിൽ വായിച്ച് അവസാനിപ്പിക്കാം. ഗുരുവര്യൻ അതിപക്വനായ ശിഷ്യന്റെ ജീവബോധം മാറ്റി അരുൾബോധത്തിൽ നിർത്തുവാൻ വേണ്ടുന്ന ഉപദേശം നൽകുമ്പോൾ ശിഷ്യൻ ആ ഉപദേശത്തെ ഏറ്റുകൊണ്ട് സ്വജീവബോധത്തെ ഒഴിവാക്കുന്ന വിധം എങ്ങനെയെന്ന് താഴെ കുറിക്കുന്ന 4 ഉദാഹരണങ്ങളാൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. 1. ഭർത്താവ് മരിച്ചു എന്ന വാർത്ത കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ ഭാര്യയും മോഹിച്ച് വീണു മരിക്കുന്നു. അവിടെ മോഹിച്ച് വീണു മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോധരഹിതയായി നിലംപതിച്ച്, മോഹാലസ്യത്തിന് വിധേയയായി നിലംപതിച്ച് മരിക്കുന്നു എന്നാണ്. അത്തരത്തിലുള്ള ഭാര്യയെ പോലെയും. 2. ഭർത്താവ് മരിച്ച്
അയാളോട് കൂടി തന്നെ ആ ചിതയിൽ ചാടി മരിക്കുന്ന സതിയെപ്പോലെയും ശീഘ്രത്തിൽ ജീവബോധമൊഴിക്കുന്നു ചിലർ. 3. പാൽ തൂവിപ്പോയാലും പാലിന്റെ വാസന വിടാതെ പാത്രം സൂക്ഷിച്ചു വെക്കുന്നത് പോലെയും. ഒരു പാല് വെച്ചിരുന്ന പാത്രം, അല്ലെങ്കിൽ ഈ കായമൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്ന ചെറിയ ടിന്നുണ്ടല്ലോ, ഡപ്പി, ആ കായം മുഴുവൻ നമ്മൾ ഉപയോഗിച്ച് തീർത്താലും കായത്തിന്റെ സ്മെല്ല് അതിനകത്തുണ്ടാവും. ഈ കായത്തിന്റെയും സ്ഥിതി അത് തന്നെയാണ്. ഈ കായം എന്ന് പറഞ്ഞാൽ ശരീരം നശിച്ചാലും വാസന നശിക്കില്ല. വാസനയാണ് കായത്തെ ഉണ്ടാക്കുന്നത്. വാസന വിടാതെ പാത്രം സൂക്ഷിച്ചു വെക്കുന്നത് പോലെയും വിധവയായി തീർന്ന ഭാര്യ ഭർതൃചിന്തയിൽ തന്നെ ശിഷ്ടകാലം മുഴുവൻ കഴിക്കുന്ന അതേ പതിവ്രതയെ പോലെയും ജീവബോധം മാറ്റി അരുൾമയമായി തീർന്നും മറ്റു ചിലർ ജീവിക്കുന്നു. ഇങ്ങനെ ഉടനെയും കാലം കൊണ്ടും അരുൾ രൂപം കൈക്കൊള്ളുന്നു അതിപക്വന്മാർ. ഈ വിധത്തിലാണ് അതിപക്വന്മാർ ഗുരുവചനത്തെ ഏറ്റ് സ്വജീവബോധനാശം വരുത്തി, എന്ന് പറഞ്ഞാൽ അഹങ്കാരനാശം വരുത്തി മുക്തരാകുന്നത് എന്ന ശുദ്ധ പരമാർത്ഥം ഈ തിരുവൻപായിൽ നിന്ന് നാം ഗ്രഹിക്കുന്നു. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ബുധനാഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.